അപ്പോൾ മക്കളെ ദേ എത്തിയിരിക്കുന്നുണ്ട് നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ മസ്റ്റ് ഡി ഷോ ക്വസ്റ്റ്യൻസ്. അങ്ങ് നേരെ സ്റ്റാർട്ട് ചെയ്യില്ലേ? ഇന്നടാ പിടിച്ചോ ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് പാസ്കൽസ് ലോ. അത് മാത്രമല്ല അതിൻ്റെ കൂടെ ചോദിച്ചിരിക്കുന്നത് ദ സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് എ ഹൈഡ്രോളിക് ലിഫ്റ്റ് ഈസ് ഷോൺ ഇൻ ദ ഫിഗർ യൂസിംഗ് പാസ്കൽസ് ലോ ഫൈൻഡ് ദ വാല്യൂ ഓഫ് F2 ഇൻ ടേംസ് ഓഫ് A1 and A2 where A1 and A2 ആർ ദ ഏരിയസ് ഓഫ് പിസ്റ്റൺ. ഏറ്റവും ആദ്യം എന്തായിരുന്നു പാസ്കൽസ് ലോ പറഞ്ഞത്? നമ്മുടെ കയ്യിൽ ഒരു റെസ്റ്റിലുള്ള ഫ്ലൂയിഡ് ഉണ്ടെങ്കിൽ അതിലേക്ക് ഏത് പോയിന്റിൽ പ്രഷർ കൊടുത്താലും അത് എല്ലായിടത്തും ഈക്വലി ആയിട്ട് ഉണ്ടാവുന്നുണ്ട്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പാസ്കൽസ് ലോ വെച്ച് പ്രവർത്തിക്കുന്ന നമുക്ക് പഠിക്കാനുള്ള ഒരു മെയിൻ ടോപ്പിക് ആയിരുന്നു എന്താ ഹൈഡ്രോളിക് ലിഫ്റ്റ്. അപ്പോൾ നമുക്ക് ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ കൺസെപ്റ്റ് നോക്കില്ലേ? എന്തായിരുന്നു ഹൈഡ്രോളിക് ലിഫ്റ്റ്? ഒരു ചെറിയ ഫോഴ്സ് കൊടുത്ത് ഒരു വലിയ മാസിനെ പൊക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന, ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൺസെപ്റ്റ് ആയിരുന്നു ഹൈഡ്രോളിക് ലിഫ്റ്റ്. ആ ഒരു ഫിഗർ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കും. സോ ഏറ്റവും ആദ്യം എൻ്റെ കയ്യിൽ ഒരു സ്മോൾ പിസ്റ്റൺ ഉണ്ട്. ആ സ്മോൾ പിസ്റ്റണിലേക്കാണ് ഞാൻ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തത്. ഫോർ എക്സാമ്പിൾ F1 ആണെന്ന് വെച്ചോളൂ. എന്നാൽ ഞാൻ ആ ഫോഴ്സ് F1 അപ്ലൈ ചെയ്തത് ആ ചെറിയ സ്മോളർ പിസ്റ്റൺ ആണെങ്കിൽ ആ സ്മോളർ പിസ്റ്റൻ്റെ ഏരിയയാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നുണ്ട്, വിച്ച് ഈസ് നോൺ ആസ് A1. എന്നാൽ ഈ F1 A1 ഫോഴ്സ് ബൈ ഏരിയ എന്താ? പ്രഷർ. സോ ഫസ്റ്റ് പോയിന്റിൽ എന്തുണ്ടാവുന്നുണ്ട്? ഒരു പ്രഷർ ഉണ്ടാവുന്നുണ്ട്. എന്നാൽ ഇതിനുള്ളിൽ ഈ ലിക്വിഡ് കണ്ടോടാ, അത് റെസ്റ്റിലല്ലേ. സോ ഈ ഫസ്റ്റ് പോയിന്റിലെ പ്രഷറും ഇവിടുത്തെ പ്രഷറും ഇവിടുത്തെ പ്രഷറും ഇവിടുത്തെ പ്രഷറും എല്ലാം എന്തായിരിക്കും? പാസ്കൽസ് ലോ പ്രകാരം ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് ഈ സെക്കൻഡ് പോയിന്റിലെ പ്രഷറും ഫസ്റ്റ് പോയിന്റിലെ പ്രഷറും എന്തായിരിക്കും? ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും. സോ എത്രയായിരിക്കും സെക്കൻഡ് പോയിന്റിലെ പ്രഷർ? സെക്കൻഡ് പോയിന്റിൽ നമുക്ക് കിട്ടുന്ന അപ്വേർഡ് ഫോഴ്സ് എത്രയാ? F2 ഡിവൈഡ് ബൈ നമ്മുടെ സെക്കൻഡിലെ ആ വലിയ പിസ്റ്റന്റെ ഏരിയ വിച്ച് ഈസ് ഈക്വൽ ടു A2. സോ ഇതാണ് ബേസിക് കൺസെപ്റ്റ്സ്. സോ ആ P1 ഈസ് ഈക്വൽ ടു P2 എന്ന് എഴുതുകയാണെങ്കിൽ എനിക്ക് എന്ത് പറയാൻ പറ്റും? ആ പാസ്കൽസ് ലോ പ്രകാരം വെരി ഗുഡ്, P1 ഈസ് ഈക്വൽ ടു P2. P1ൻ്റെ സ്ഥാനത്ത് ഞാൻ F1 ബൈ A1 ഈസ് ഈക്വൽ ടു P2ൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാൻ പറ്റും? F2 ഡിവൈഡ് ബൈ A2. സത്യം പറയട്ടെ, നിങ്ങൾ ഈ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ എന്ത് പ്രോബ്ലം വരികയാണെങ്കിലും ഈ ഒരൊറ്റ ഇക്വേഷൻ നേരെ നോക്കിക്കോ. ഇനി നമ്മളോട് ചോദിച്ചത് എന്താണ്? ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് F2. റീഅറേഞ്ച് ചെയ്യാം. F2 ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? A2 അങ്ങോട്ട് കൊണ്ടുപോയാൽ പോരെ. സോ F2 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടിയടാ? A2 അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ F1 ഇൻറ്റു എനിക്ക് എന്ത് കിട്ടും? വെരി ഗുഡ്, A2 ഡിവൈഡ് ബൈ A1. സോ ഇങ്ങനെയാണ് ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലത്തിൻ്റെ ഇക്വേഷൻ സെറ്റ് ആവുന്നത്. റെഡി അല്ലേ സർ? എടാ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണേ. F1 F2 എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അവിടെ റീഅറേഞ്ച് ചെയ്യണം. മറ്റൊരു കാര്യം, നിങ്ങൾ എപ്പോഴും F1 കൊടുക്കുന്നത് സ്മോളർ പിസ്റ്റളും നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് സ്മോളർ പിസ്റ്റളും നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഫോഴ്സ് എപ്പോഴും ഹൈഡ്രോളിക് ലിഫ്റ്റിൽ ഒരു ലാർജ് പിസ്റ്റളും ആയിരിക്കും. സെറ്റോസ്കി ആണെങ്കിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരൊറ്റ ന്യൂമറിക്കൽ പ്രോബ്ലം ഇന്നട പിടിച്ചോ, ഒന്ന് വായിച്ചു നോക്കി. ദ ഗിവൺ ഫിഗർ ഷോസ് ദ പ്രിൻസിപ്പൽ ബിഹൈൻഡ് ദ ഹൈഡ്രോളിക് ലിഫ്റ്റ്. ദ റേഡിയസ് ഓഫ് ദ സ്മോൾ പിസ്റ്റൺ ഈസ് 5 സെൻറ്റിമീറ്റർ. ഓഹോ, F1 കൊടുക്കുന്ന ആ ഒരു പിസ്റ്റൻ്റെ ആ റേഡിയസ് എത്രയാണ്? 5 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ 5 ഇൻറ്റു 10⁻² മീറ്റർ. സെൻറ്റിമീറ്ററിനെ ഞാൻ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത്. ആൻഡ് ദാറ്റ് ഓഫ് ലാർജർ പിസ്റ്റൺ ഈസ് 15 സെൻറ്റിമീറ്റർ. സർ 15 സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ മുകളിലേക്ക് അമരേന്ദ്ര ബാഹുബലി എന്ന് പറഞ്ഞ മുകളിലേക്ക് കിട്ടുന്ന ആ ഫോഴ്സിലെ കാറിനെ പൊക്കുന്ന അതിൻ്റെ ആ ലാർജർ പിസ്റ്റൺ ആ റേഡിയസ് എത്രയാണ്? 15 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ 15 ഇൻറ്റു എനിക്ക് എന്ത് ചെയ്താൻ പറ്റും? 10⁻² മീറ്റർ. ദെൻ കാൽക്കുലേറ്റ് ദ ഫോഴ്സ് F1. അമർത്തേണ്ട ഫോഴ്സ് ഇഫ് ദ മാസ് ഓഫ് ദ കാർ ടു ബി ലിഫ്റ്റഡ് ഈസ് 1350 കിലോഗ്രാം. ടേക്ക് G ഈസ് ഈക്വൽ ടു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ചെയ്ത് നോക്കില്ലേ? തൊട്ട് മുന്നത്തെ സെയിം ഇക്വേഷൻ തന്നെ. എന്താണ് ഇക്വേഷൻ? നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചതാണ്. F1 ഡിവൈഡ് ബൈ A1 ഈസ് ഈക്വൽ ടു F2 ഡിവൈഡ് ബൈ എത്രയാണ്? A2. അത്രയേ ഉള്ളൂ. പക്ഷേ ഒരു ഡൗട്ട് എന്താണെന്നറിയോ? ഇവിടെ F1 അല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ A1 അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ മതി. A1 വലത്തോട്ടേക്ക് പോടാ. അപ്പോൾ എന്ത് കിട്ടി? F1 ഈസ് ഈക്വൽ ടു F2 ഇൻറ്റു എനിക്ക് എന്ത് ചെയ്താൻ പറ്റും? A1 ഡിവൈഡ് ബൈ A2. പക്ഷേ സാറേ ഞങ്ങൾക്ക് ഫോഴ്സ് തന്നില്ലല്ലോ. എടാ ഫോഴ്സിൻ്റെ പകരം സെക്കൻഡ് പോയിന്റിലെ മാസ് തന്നിട്ടില്ലേ? G തന്നിട്ടില്ലേ? F ഈസ് ഈക്വൽ ടു എന്താ? mg, വെയിറ്റ് തന്നെ അല്ലേ? അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ F2ൻ്റെ സ്ഥാനത്ത് ഞാൻ അവിടുത്തെ മാസ് എത്രയാ? 1350 കിലോഗ്രാം. അവിടുത്തെ G എപ്പോഴും സെയിം തന്നെ. അർത്ഥത്തിൽ മൊത്തം എത്രയാ? 9.8. പോളിക്വേറ്റർ മാറട്ടെ, വേറെ കാര്യം. എടാ 1350 ഇൻറ്റു 9.8. സോ 1350 ഇൻറ്റു എനിക്ക് എത്ര കിട്ടും? 9.8 ഇൻറ്റു എടാ ആവേശ് കുമാറായി നേരെ തെറ്റിക്കരുത്. A1 ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. തന്നിരിക്കുന്നത് R1 ആണ്. എടാ റേഡിയസ് ആണ് തന്നിട്ടുണ്ടെങ്കിൽ ഇത് R1 ആണ്, അതേപോലെ ഇത് R2 ആണെങ്കിൽ നമുക്ക് അതിന് എങ്ങനെയാണ് ഏരിയ കണ്ടെത്താം? ഇത് സർക്കുലർ സെക്ഷൻ അല്ലേ? πr². സോ A1ൻ്റെ സ്ഥാനത്ത് എനിക്ക് പൈ ഇൻറ്റു R1 സ്ക്വയർ എന്ന് എഴുതാം. R1ൻ്റെ സ്ഥാനത്ത് എന്ത് എഴുതാൻ പറ്റും? 5 ഇൻറ്റു 10⁻². സാറേ നേരെ ഒരു സ്ക്വയറും കൂടി ഇട്ടേക്ക്. ഡിവൈഡ് ബൈ A2ൻ്റെ സ്ഥാനത്ത് പൈ ഇൻറ്റു R2 സ്ക്വയർ. R2ൻ്റെ വാല്യൂ എത്രയാ? 15 ഇൻറ്റു 10⁻². സോ 15 ഇൻറ്റു 10⁻². പേന പൊക്കാൻ വരട്ടെ.
ഹോൾ സ്ക്വയർ. എടാ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കാറ് പൊക്കേണ്ട ഇൻപുട്ടായി കൊടുക്കേണ്ട ഫോഴ്സിൻ്റെ വാല്യൂ 1470 ന്യൂട്ടൺ കിട്ടും. എടാ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഞാൻ ഈ പ്രോബ്ലം ഇൻക്ലൂഡ് ചെയ്യാനുള്ള കാരണം ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലം ഇങ്ങനെയും വരാം, അല്ലെങ്കിൽ ഡയറക്റ്റായി A1 A2 ചോദിക്കാം. റെഡി അല്ലേ? സോ പാസ്കൽസ് ലോ അതിൻ്റെ കൺസെപ്റ്റ് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നേരെ അടുത്തൊരു ഷോ ക്വസ്റ്റിലേക്ക് പോകാം, വിച്ച് ഈസ് നോൺ ആസ് ദ കറസ്പോണ്ടിങ് പ്രഷർ മെഷർമെൻറ്റ്. ഇന്നടാ ഈ ഒരു ചോദ്യം വായിച്ചു നോക്കി. കാൽക്കുലേറ്റ് ദ പ്രഷർ ഓൺ എ സ്വിമ്മർ 10 മീറ്റർ ബിലോ ദ സർഫേസ് ഓഫ് ദ ലേക്ക്. ദേ ഈ വേമ്പനാട്ട് കായലിൻ്റെ 10 മീറ്റർ താഴെ ഒരു സ്വിമ്മർ ദേ താഴെ ഇങ്ങനെ നീരാടിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ വേമ്പനാട്ട് കായലിലെ വെള്ളം അയാളെ മുകളിലേക്ക് എത്ര പ്രഷറാണ് എക്സേർട്ട് ചെയ്യുന്നത് എന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ ചോദിക്കുന്നത്. എടാ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ വെള്ളം ഇയാളെ മുകളിലൊരു പ്രഷർ എക്സേർട്ട് ചെയ്യും. എന്നാൽ നോക്കി ഈ വെള്ളത്തിൻ്റെ മുകളിൽ വേറൊരാൾ പ്രഷർ എക്സേർട്ട് ചെയ്യുന്നല്ലോ, പറ്റിച്ച് ജീവിക്കുന്നതിനെ പറ്റിക്കുന്ന ആൾ എന്താ? വിച്ച് ഈസ് നോൺ ആസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പോൾ നീ നോക്കി ഇയാൾ വെള്ളത്തിൻ്റെ പ്രഷറും താങ്ങണം, അതിൻ്റെ കൂടെ വെള്ളത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന അറ്റ്മോസ്ഫിയറിൻ്റെ പ്രഷറും താങ്ങണം. സോ ഇയാളെ മുകളിൽ ആക്ട് ചെയ്യുന്ന 10 മീറ്റർ താഴെയുള്ള ഇയാളെ മുകളിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ ആയിരിക്കും ആദ്യം വെള്ളത്തിൻ്റെ പ്രഷർ ρgh നമുക്ക് എല്ലാവർക്കും അറിയാം, പ്ലസ് അറ്റ്മോസ്ഫിയർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ വിച്ച് ഈസ് PA. അതാണ് ഞാൻ പറഞ്ഞത്, പറ്റിച്ച് ജീവിക്കുന്നവരെ പറ്റിക്കുന്നോടാ. അപ്പം നേരെ എഴുതിയേ P is equal to വെരി ഗുഡ് PA പ്ലസ് എത്രയാണ്? ρgh. PA എന്ന് വെച്ചാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അങ്ങനെയാണെങ്കിൽ എടാ PA വാല്യൂസ് ഡിഫോൾട്ട് സെറ്റിംഗ് നമുക്ക് എല്ലാവർക്കും അറിയാം എത്രയാ? 1.013 × 10⁵ പ്ലസ് റോൻ്റെ വാല്യൂ എത്രയാ? ഇവിടെ ഏത് റോയാ? വെള്ളല്ലേ കായലുള്ളത്. റോൻ്റെ വാല്യൂ 1000 × Gൻ്റെ വാല്യൂ തൽക്കാലം 10 എടുത്തോളൂ. Hൻ്റെ വാല്യൂ H എന്ന് വെച്ചാൽ പോയിന്റ് മുതൽ നിങ്ങളുടെ സർഫേസ് വരെയുള്ള വേർട്ടിക്കൽ ഡിസ്റ്റൻസ്, Hൻ്റെ വാല്യൂ 10 അല്ലേ, നേരെ 10 കൊടുത്തേ. അങ്ങനെയാണെങ്കിൽ അയാളെ മുകളിലെ പ്രഷർ ഇസ് ഈക്വൽ ടു 1.013 × 10⁵ പ്ലസ് എടാ 10000 5 പൂജ്യം അല്ലേ. സോ 10⁵. 10⁵ കോമൺ ആക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 10⁵ × 1.013 പ്ലസ് 1 പ്ലസ് 1 നമുക്ക് എത്രയാണ് കിട്ടുക? വിച്ച് ഈസ് ഈക്വൽ ടു 2.013 × 10⁵. അല്ല പ്രഷർ അല്ല മച്ചാനെ, യൂണിറ്റ് എന്താണ്? പാസ്കൽ. അല്ലെങ്കിൽ നമുക്ക് എത്ര പറയാൻ പറ്റും? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇങ്ങനെയാണ് പ്രഷർ മെഷർമെൻറ്റ്, താഴേക്കുള്ള പ്രഷർ മെഷർമെൻറ്റ്. എവിടെയാണ് സാറേ തെറ്റുന്നത്? അറ്റ്മോസ്ഫിയർ പ്രഷർ എടുക്കൂല. ഓർത്താൽ മതി എന്താ? ഇവൻ ഇയാളെ പറ്റിക്കുന്നു, ഇവനെ മറ്റവൻ പറ്റിക്കുന്നു, അങ്ങനെ മാത്രം ഓർത്താൽ മതി. എടാ റെഡിയല്ലേ? നേരെ പിടിച്ചോടാ. അടുത്ത ഒരു 2 ടൈപ്പ് ഓഫ് ഫ്ലോ. ഡിഫറൻഷിയേറ്റ് ദ സ്ട്രീം ലൈൻ ഫ്ലോ ആൻഡ് ദ കറസ്പോണ്ടിങ് ടർബുലന്റ് ഫ്ലോ. നമ്മുടെ സ്ട്രീം ലൈൻ ഫ്ലോ ഭയങ്കര സ്മൂത്തായി നിൽക്കുന്ന ഫ്ലോ. നമ്മൾ ഈ വെളിച്ചെണ്ണൊക്കെ നമ്മൾ പാത്രത്തിലേക്ക് ഇങ്ങനെ ഒഴിക്കുമ്പോൾ കാണാൻ പറ്റും സ്മൂത്തായി നിൽക്കുന്ന ഫ്ലോ. അത്ര സ്മൂത്ത് ഇല്ലാന്ന് എനിക്ക് എന്നാലും തള്ളുമ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, അതുകൊണ്ട് പറഞ്ഞതാണ്. അങ്ങനെ താഴേക്ക് ഒഴുകുന്ന ആ ഫ്ലോയെ വളരെ സ്മൂത്തായി യൂണിഫോം ആയിട്ട് പോകുന്ന സ്ട്രെയിറ്റ് ലൈൻ പോലെ പോകുന്ന ആ ഒരു ഫ്ലോയെ നമ്മൾ പറയുന്ന പേരാണ് സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറയാം. എന്നാൽ കടന്നൽക്കൂട് നേരെ കല്ലെടുത്തെറിഞ്ഞ പോലെ അല്ലെങ്കിൽ അതിരപ്പള്ളി വെള്ളച്ചാട്ടം പോലെ സിഗ്സാഗായി അറഞ്ചും പുറഞ്ചും പോകുന്ന ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് പോകുന്ന ആ ടൈപ്പ് ഫ്ലോ, സിഗ്സാഗ് വേ ആയി പോകുന്ന ഫ്ലോയെ നമ്മൾ പറയുന്ന പേരാണ് വിച്ച് ഈസ് നോൺ ആസ് ടർബുലന്റ് ഫ്ലോ. ഇനിയും കത്തിട്ടില്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ മിക്സി ഓണാക്കി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഫ്ലോ ഏതാ? അത് തന്നെയാണ് നമ്മുടെ ടർബുലന്റ് ഫ്ലോ. സോ സ്ട്രീം ലൈൻ ഫ്ലോ കിട്ടി, ടർബുലന്റ് ഫ്ലോ കിട്ടി. എന്നാൽ മക്കളെ ശ്രദ്ധിച്ചോ, ഈ ഒരു വാക്ക് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഒരു ഫ്ലൂയിഡ് സ്ട്രീം ലൈൻ ഫ്ലോയിലാണ്, ആ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി മാറുന്നില്ലെങ്കിൽ അതിനർത്ഥം ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ആണെങ്കിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അടുത്ത 2 ഷോ ക്വസ്റ്റ്യൻസ്, കണ്ടിന്യൂറ്റി ഇക്വേഷനും അതേപോലെ ബെർണോളിസ് തിയറം. ഇന്നടാ ഒന്ന് വായിച്ചു നോക്കിയേ. എ റീജിയൻ ഓഫ് എ സ്ട്രീം ലൈൻ ഫ്ലോ ഓഫ് എൻ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്. ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്തേ പറ്റൂ. ഈ ഷോൺ ഇൻ ദ ഫിഗർ. എവിടെയാ സാറേ ഫിഗർ? ഫിഗർ ഇവിടെ ഉണ്ട് എടാ. ദെൻ ബൈ കൺസിഡറിംഗ് ദ മാസ് കൺസർവേഷൻ ഇൻ ദ ഫ്ലൂയിഡ് ഫ്ലോ അറൈവ് അറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ കണ്ടിന്യൂറ്റി. കണ്ടിന്യൂറ്റി ഇക്വേഷൻ സാർ ഞങ്ങൾ കേട്ടതാ A1 V1 = A2 V2. അത് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോവാം. എടാ അതിനായി ഞാൻ ഏറ്റവും ആദ്യം ഇതേപോലെ ഒരു പൈപ്പ് എടുത്തിട്ടുണ്ട്. പൈപ്പിലൂടെ ഒരു ഫസ്റ്റ് പോയിന്റിൽ ഒരു വെള്ളം കയറുന്നുണ്ട്. അത് സെക്കൻഡ് പോയിന്റിൽ സാർ എന്താവുന്നുണ്ട്? വെള്ളം പുറത്ത് ചാടുന്നുണ്ട്. എടാ അങ്ങനെയാണെങ്കിൽ ഈ ഫസ്റ്റ് പോയിന്റിൽ കയറുന്ന വെള്ളത്തിൻ്റെ ഫോർ എക്സാമ്പിൾ ഒരു വോളിയം ഈ ഇത്രയും ഭാഗത്തെ ഒരു വോളിയം എന്ന് വെച്ചാൽ ഞാൻ ഒരു ΔV എന്ന് കൊടുത്തോളൂ. ഇപ്പം ആ ΔV വോളിയം ഇവിടെ ഇത്രയും ഭാഗത്തേക്കാണ് സഞ്ചരിച്ചതെങ്കിൽ ആ സഞ്ചരിച്ച ദൂരത്തെ ഞാൻ തൽക്കാലം ഒരു Δx1 കൊടുക്കാതെ വെച്ചു. എന്നാൽ ഇതേപോലെ ഇപ്പം ആ പൈപ്പിലേക്ക് ഈ ΔV വോളിയം കയറുമ്പോൾ അതിനനുസരിച്ച് തന്നെ പൈപ്പിൽ നിന്ന് ഇതേ ΔV വോളിയം വെള്ളം പുറത്തേക്ക് പോകണ്ടേ? കാരണം ആദ്യം ഫുൾ ടൈറ്റായി നിൽക്കുക. അപ്പോൾ ഒരു ΔV വോളിയം, ഒരു ചെറിയ ചേഞ്ച് ഇൻ വോളിയം വെള്ളം ഉള്ളിൽ കയറുമ്പോൾ അതിനനുസരിച്ച് ഇയാൾ പുറത്തേക്ക് പോയേ പറ്റൂ. സോ എനിക്കെന്ത് പറയാൻ പറ്റും? അതിനനുസരിച്ച് ഒരു ΔV വോളിയം വെള്ളം എവിടേക്ക് പോകുന്നുണ്ട്? പുറത്തേക്ക് പോകുന്നുണ്ട്. ആ പുറത്തേക്ക് പോയിരിക്കുന്ന ഡിസ്റ്റൻസ് ആണ് എത്രയാണ്? വിച്ച് ഈസ് ഈക്വൽ ടു Δx2. എന്നാൽ
നമ്മുടെ കണ്ടിന്യൂറ്റി ഇക്വേഷനും ബെർണോളിസ് തിയറത്തിലും ഇമ്പോർട്ടൻ്റ് ആയി വേണ്ട ഒരു ചെറിയ ഷോർട്ട് കട്ടാണ് വോളിയവും ഏരിയയും ഡിസ്റ്റൻസും തമ്മിലുള്ള റിലേഷൻ. എടാ വോളിയത്തിൻ്റെ ഇക്വേഷന് നമ്മൾക്ക് ചെറുപ്പം മുതലേ ഒന്നും അറിയില്ലെങ്കിലും കഴിഞ്ഞ കൊല്ലം മുതലേ അറിയാം. എത്രയാ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. സർ അങ്ങനെയാണെങ്കിൽ എടാ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്തിനെ അല്ലെങ്കിൽ ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റിനെ എനിക്ക് ഏരിയ എന്ന് എഴുതിക്കൂടെ? സോ വോളിയം ഇസ് ഈക്വൽ ടു എനിക്ക് എന്തെന്ന് പറയാൻ പറ്റും? ഏരിയ ഇൻറ്റു എ ഡിസ്റ്റൻസ് എക്സ് എന്ന് പറയാൻ പറ്റും. സോ നമുക്ക് ഈ രണ്ട് പോയിന്റിലെയും ഫസ്റ്റ് പോയിന്റിലും സെക്കൻഡ് പോയിന്റിലും ചേഞ്ച് ഇൻ വോളിയം സെയിം അല്ലേ? അപ്പോൾ ആ വോളിയം ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ഡിസ്റ്റൻസ് ആക്ച്വലി ആ ട്രാവൽ ചെയ്തിരിക്കുന്നത്? ഡെൽറ്റ x1 അല്ലേ? അപ്പോൾ ആ ഡെൽറ്റ x1 ട്രാവൽ ചെയ്തത് ഏത് വെലോസിറ്റിയിലാണ്? v1 വെലോസിറ്റിയിലാണ്. അപ്പോൾ നമുക്ക് v1ൻ്റെ ടേംസിലും ഒന്ന് ആ സഞ്ചരിച്ച ദൂരം ഒരു ഡെൽറ്റ ടി ടൈമിലാണെങ്കിൽ v1ഉം ഡെൽറ്റ ടിയുടെ ടേംസിൽ x1 എഴുതി നോക്കിയാലോ? എടാ ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, വെലോസിറ്റി ഇൻറ്റു ടൈം അല്ലേ? അങ്ങനെയാണെങ്കിൽ എടാ ഇവിടെ ഈ ഡെൽറ്റ x1 സഞ്ചരിക്കാൻ v1 വെലോസിറ്റിയിലാണ്, ഡെൽറ്റ ടി ടൈമാണ് എടുത്തത്. സോ ഡെൽറ്റ x1 ഇസ് ഈക്വൽ ടു എനിക്ക് എന്ത് പറയാൻ പറ്റും? v1 ഇൻറ്റു ഡെൽറ്റ ടി. അതേപോലെ ഡെൽറ്റ x2 ഇസ് ഈക്വൽ ടു എനിക്ക് എന്ത് പറയാൻ പറ്റും? വെരി ഗുഡ്, v2 ഇൻറ്റു ഡെൽറ്റ ടി. പരിപാടി കിട്ടി. രണ്ട് ഭാഗത്തെയും എടാ ചേഞ്ച് ഇൻ വോളിയം സെയിം ആണെന്ന് നമ്മൾ പറഞ്ഞു. അതിനർത്ഥം ഡെൽറ്റ വി ഓൺ ഫസ്റ്റും ഡെൽറ്റ വി ഓൺ സെക്കൻഡും സെയിം ആണ്. എടാ ഡെൽറ്റ വിൻ്റെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? a1 ഇൻറ്റു ഡെൽറ്റ x1 ഇസ് ഈക്വൽ ടു a2 ഇൻറ്റു ഡെൽറ്റ x2. എന്താ ഡെൽറ്റ x1? ഒന്ന് വെലോസിറ്റി ടേംസിൽ പറഞ്ഞ് a1 ഇൻറ്റു ഡെൽറ്റ x1ൻ്റെ സ്ഥാനത്ത് v1 ഇൻറ്റു ഡെൽറ്റ ടി, a2 ഇൻറ്റു ഡെൽറ്റ x2ൻ്റെ സ്ഥാനത്ത് v2 ഇൻറ്റു ഡെൽറ്റ ടി. സർ ഡെൽറ്റ ടി കട്ടായി. a1 v1 is equal to a2 v2 അല്ലെങ്കിൽ ഏരിയ ഇൻറ്റു വെലോസിറ്റി ഇസ് ഈക്വൽ ടു എനിക്ക് എന്തെന്ന് പറയാൻ പറ്റും? വെരി ഗുഡ്, വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാടാ? കോൺസ്റ്റന്റ്. കഴിഞ്ഞു. ഇതാടാ നമ്മുടെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ. കൺസെപ്റ്റോടെ കിട്ടിയതാണ്. റെഡിയാണെന്ന് വിചാരിക്കുന്നു. നേരെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തതാണ് സർ ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞ ഈ സ്ട്രീം ലൈനും ഇൻകംപ്രസിബിളുമായി വരുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, ബെർണോളിസ് തിയറം. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും വരും. ദ ഫ്ലോ ഓഫ് എൻ ഐഡിയൽ ഫ്ലൂയിഡ് ഇൻ എ പൈപ്പ് ഓഫ് വേരിയിങ് ക്രോസ് സെക്ഷൻ ഈ ഷോൺ ബിലോ. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ദ ബെർണോളിസ് പ്രിൻസിപ്പൾ. ഏറ്റവും ആദ്യം സ്റ്റേറ്റ്മെന്റ് പഠിക്കണം. സർ എൻ്റെ കയ്യിൽ ഒരു സ്ട്രീം ലൈനും അതേപോലെ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡും ഉണ്ടെങ്കിൽ ഈ ഫ്ലൂയിഡിൻ്റെ 3 എനർജി പെർ യൂണിറ്റ് വോളിയം എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ആ 3 എനർജി പെർ യൂണിറ്റ് വോളിയമാണ് ഒന്ന് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം, രണ്ടാമത് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം, മൂന്നാമത് പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയം. ഇത് മൂന്നും കൂട്ടിയാൽ കോൺസ്റ്റന്റ് കിട്ടിയേ പറ്റൂ. അപ്പോൾ നേരെ ചെയ്ത് നോക്കിയാലോ. എടാ കൈനറ്റിക് എനർജി ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിഞ്ഞൂടെ? എത്രയാ? ½ mv². അത് ഡിവൈഡഡ് ബൈ വോളിയം. എടാ മാസ് ബൈ വോളിയം പരിചയമുണ്ടോ? എത്രയാ? ഡെൻസിറ്റി. സോ ½ mv² ബൈ v വിച്ച് ഈസ് ½ ρv². അയാളെ നമ്മൾ പറയുന്ന പേരാണ് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം. ഏതാ രണ്ടാമത്തെ ടേം നോക്കിയേ, പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം. പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, mgh ആണ്, ഡിവൈഡഡ് ബൈ വോളിയം. എടാ മാസ് ബൈ വോളിയം വീണ്ടും ഡെൻസിറ്റി. സോ എനിക്ക് എന്ത് പറയാൻ പറ്റും? റോ ഇൻറ്റു ജി ഇൻറ്റു എച്ച് എന്ന് പറയാൻ പറ്റും. മൂന്നാമത്തെ ആളാണ് പ്രഷർ എനർജി. എടാ പ്രഷർ എനർജിയുടെ ഇക്വേഷൻ നമുക്ക് പ്രഷർ ഇൻറ്റു വോളിയം എന്നാണ് പ്രഷർ എനർജിയുടെ ഇക്വേഷൻ. ഡിവൈഡ് ബൈ വോളിയം. എടാ വോളിയം കട്ടായി പോയി. സോ നമുക്ക് എന്ത് കിട്ടും? പി. ഈ 3 കൂട്ടിയാൽ അതാണ് ബെർണോളിസ് തിയറം പറയുന്നത്. നമ്മുടെ പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയം അത് നിങ്ങൾ എങ്ങനെ എഴുതാനും കുഴപ്പമില്ല കേട്ടോ. പി പ്ലസ് റോ ജി എച്ച് പ്ലസ് ½ റോ v² ഇസ് ഈക്വൽ ടു എത്ര കിട്ടിയേ പറ്റൂടാ? കോൺസ്റ്റന്റ് കിട്ടിയേ പറ്റൂ. ഇതാണ് ബെർണോളിസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചാൽ എഴുതേണ്ടത്. എന്നാൽ ഇത് നമുക്കൊന്ന് പ്രൂവ് ചെയ്താലോ? ഞാൻ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്ന സെയിം ഫിഗർ ഞാൻ ഇതേപോലെ വരച്ചിട്ടുണ്ട്. എടാ ഫസ്റ്റ് പോയിന്റിൽ പൈപ്പിൽ കയറുന്ന വെള്ളത്തിൻ്റെ വെലോസിറ്റി v1 ആണ്, ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി v1 ആണ്. ആ ഒരു ഫസ്റ്റ് പോയിന്റ് ഗ്രൗണ്ടുമായി വെച്ചിരിക്കുന്ന ഹൈറ്റ് h1 ആണ്. എന്നാൽ വെള്ളം ഇങ്ങനെ സ്വീന്ന് കയറി സെക്കൻഡ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. സെക്കൻഡ് പോയിന്റിലെ ഏരിയ a2, അതിലൂടെ വെള്ളം പുറത്തിറങ്ങുന്ന വെലോസിറ്റി v2 ആണ്. ആ സെക്കൻഡ് പോയിന്റ് ഗ്രൗണ്ടുമായി വെച്ചിരിക്കുന്ന വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എത്രയാണ്? h2 ആണ്. ഫസ്റ്റ് പോയിന്റിലെയും അതേപോലെ സെക്കൻഡ് പോയിന്റിലെയും ആ ഒരു പ്രഷർ നമ്മൾ p1ഉം അതേപോലെ p2 ആക്കി എടുക്കുന്നുണ്ട്. എടാ തൊട്ട് മുന്നത്തെ കണ്ടിന്യൂറ്റി ഇക്വേഷന്റെ സെയിം കൺസെപ്റ്റ്. കുറച്ച് ഒരു ഡെൽറ്റ വി വോളിയം ഇതിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ അതിനനുസരിച്ച് ഒരു ഡെൽറ്റ വി വോളിയം വെള്ളം എവിടേക്ക് പോകുന്നുണ്ട് സാറേ? പുറത്തേക്ക് പോകുന്നുണ്ട്. സോ ഇതും ഡെൽറ്റ വി ആണ്, കയറിയതും ഡെൽറ്റ വി ആണ്. എന്നാൽ കയറുന്ന ആ ഒരു ഡിസ്റ്റൻസ് ഫോർ എക്സാമ്പിൾ ഒരു ഡെൽറ്റ x1 ആണെങ്കിൽ പുറത്തിറങ്ങുന്ന ഡിസ്റ്റൻസും ഡെൽറ്റ x1 ആവുന്ന ഒരു നിർബന്ധമില്ല. കാരണം രണ്ട് ഭാഗത്തെയും ഏരിയ ഡിഫറൻസ് അല്ലേ. ആകെ ഒരു കാര്യം അറിയാൻ പറ്റുള്ളൂ, ഈ ഏരിയ ഇൻറ്റു ഈ സഞ്ചരിച്ച ദൂരം ഇസ് ഈക്വൽ ടു ഈ ഏരിയ ഇൻറ്റു ഇത് സഞ്ചരിച്ച ദൂരം. കാരണം രണ്ടിൻ്റെയും ഡെൽറ്റ വി അല്ലെങ്കിൽ ചേഞ്ച് ഇൻ വോളിയം എന്താ? ഈക്വൽ. അത് മാത്രമേ പറയാൻ പറ്റൂ. സോ എനിക്ക് ഈ സഞ്ചരിച്ചത് ഈ ദൂരം എനിക്ക് എത്രയെന്ന് പറയാൻ പറ്റും? ലെറ്റ് ബി സം ഡെൽറ്റ x2 എന്ന് വെച്ചോളൂ. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം നമുക്കൊരു ചേഞ്ച് ഇൻ വർക്ക് ഡൺ ചെയ്ത് നോക്കിയാലോ.
വർക്ക് ഡണ്ടെ ഇക്വേഷന് പ്രഷറും ചേഞ്ചിങ് വോളിയം തമ്മിലുള്ള റിലേഷൻ എന്താ? പി ഡെൽറ്റ വി. എടാ അപ്പോൾ ഈ ഫസ്റ്റ് പോയിന്റിൽ ഞാൻ ആ ഡെൽറ്റ വി വെള്ളത്തിന് അല്ലെങ്കിൽ ആ ചേഞ്ച് ഇൻ വോളിയം ഉണ്ടാക്കാൻ വേണ്ടി ഒന്നുണ്ടേ. അങ്ങനെ ഫസ്റ്റ് പോയിന്റിൽ എനിക്ക് ഉന്തേണ്ട ആ വർക്ക് ഡൺ W1 ഇസ് ഈക്വൽ ടു എത്രയായിരിക്കും? പി ഡെൽറ്റ വി ആണ് ഇക്വേഷൻ എങ്കിൽ ഫസ്റ്റ് പോയിന്റിലെ പ്രഷർ ഇൻറ്റു ഫസ്റ്റ് പോയിന്റ് ഉണ്ടായിരിക്കുന്ന ചേഞ്ചിങ് വോളിയം. സോ എത്രയാണ്? P1 ഇൻറ്റു എനിക്ക് എത്ര പറയാൻ പറ്റും? വെരി ഗുഡ്, ഡെൽറ്റ വി. എന്നാൽ സിമിലർലി ഇതേപോലെ W2 ഇസ് ഈക്വൽ ടു എനിക്ക് എത്ര പറയാൻ പറ്റും? വെരി ഗുഡ്, P2 ഇൻറ്റു എത്രയാ? ഡെൽറ്റ വി. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും ചേഞ്ച് ഇൻ വർക്ക് ഡൺ? ചേഞ്ച് ഇൻ വർക്ക് ഡൺ കണ്ടെത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? W1 മൈനസ് W2. W1 എത്രയാണ്? P1 ഡെൽറ്റ വി. W2 എത്രയാ? P2 ഡെൽറ്റ വി. അങ്ങനെയാണെങ്കിൽ കോമൺ ആയിട്ട് ആരാ സാറേ ഉള്ളത്? ഡെൽറ്റ വി കോമൺ ആണ്. സോ ചേഞ്ച് ഇൻ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഞാൻ ഡെൽറ്റ വി കോമൺ ആക്കി എടുത്തു കഴിഞ്ഞാൽ P1 മൈനസ് P2 ഇൻറ്റു എനിക്ക് എത്ര കിട്ടി? ഡെൽറ്റ വി. കഴിഞ്ഞു. ഇതാണ് ബെർണോളി സ്ഥിരത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ്. ഇപ്പം നമ്മൾ ചേഞ്ച് ഇൻ വർക്ക് ഡൺ എടുത്തത്. എന്നാൽ ഇതേപോലെ ഒരു കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഇല്ലേ? കാരണം ഉള്ളിലൂടെ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യല്ലേ? അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി? എൻ്റെ സാറുമാർ പറഞ്ഞ് കൈനറ്റിക് എനർജി ഇക്വേഷൻ എന്താ? ഹാഫ് എം വി സ്ക്വയർ അല്ലേ? അപ്പോൾ ചേഞ്ച് കണ്ടെത്താൻ ഞാൻ ഏറ്റവും അവസാനത്തെ, അതായത് രണ്ടാമത്തെ പോയിന്റിലെ കൈനറ്റിക് എനർജി മൈനസ് ആദ്യത്തെ പോയിന്റിലെ കൈനറ്റിക് എനർജി എടുക്കുന്നു. സോ ആദ്യത്തെ പോയിന്റിലെ കൈനറ്റിക് എനർജി രണ്ടാമത്തെ പോയിന്റ് എടുക്കുകയാണെങ്കിൽ എത്രയാണ് കൈനറ്റിക് എനർജി ഇക്വേഷൻ? ഹാഫ് എം വി സ്ക്വയർ. സോ രണ്ടാമത്തെ പോയിന്റ് കിട്ടണമെങ്കിൽ ഹാഫ് ഇൻറ്റു എം ഇൻറ്റു രണ്ടാമത്തെ പോയിന്റിലെ വെലോസിറ്റി എത്രയാ? V2. അങ്ങനെയാണെങ്കിൽ ഹാഫ് ഇൻറ്റു എം ഇൻറ്റു എടാ V2 സ്ക്വയർ മൈനസ് ഹാഫ് ഇൻറ്റു എം ഇൻറ്റു എനിക്ക് എത്ര പറയാൻ പറ്റും? V1 സ്ക്വയർ. എടാ മാസ് കോമൺ അല്ലേ? അങ്ങനെയാണെങ്കിൽ ദ ചേഞ്ച് ഇൻ ദ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു വെരി ഗുഡ് ഹാഫ് എം ഞാൻ പുറത്തേക്ക് എടുക്കുന്നു. സോ എനിക്ക് ബാക്കി എന്താ ഉള്ളത്? V2 സ്ക്വയർ മൈനസ് എത്രയാടാ? V1 സ്ക്വയർ. കിടക്കട്ടെ മുത്തേ, നിനക്ക് രണ്ടാമത്തെ കുതിരപ്പോൾ. ഫസ്റ്റ് ഇക്വേഷൻ, സെക്കൻഡ് ഇക്വേഷൻ. ഇനി ഒരു എനർജി കൂടി ബാക്കിയില്ലേ? ആരാ അത്? പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ എന്താ? mgh. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി നമുക്കൊന്ന് കണ്ടെത്താം. എടാ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി കണ്ടെത്തണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? വെരി ഗുഡ്, mgh2 മൈനസ് mgh1. കാരണം രണ്ടാമത്തെ പോയിന്റിലെ പൊട്ടൻഷ്യൽ എനർജി മൈനസ് എത്രയാണ്? ആദ്യത്തെ പോയിന്റിലെ പൊട്ടൻഷ്യൽ എനർജി. രണ്ടാമത്തെ പോയിന്റിലെ പൊട്ടൻഷ്യൽ എനർജി കണ്ടെത്താൻ mg ഇൻറ്റു രണ്ടാമത്തെ പോയിന്റ് മുതൽ ഗ്രൗണ്ട് വരെയുള്ള ഹൈറ്റ് h2 ആണ്. സോ mgh2 മൈനസ് എനിക്ക് എത്ര പറയാൻ പറ്റും? ഫസ്റ്റ് പോയിന്റിലെ ഹൈറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു h1. So mg കോമൺ അല്ലേ? സോ ചേഞ്ച് ഇൻ ദ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു mg ഞാൻ പുറത്തെടുക്കുന്നു, mg ഇൻറ്റു വെരി ഗുഡ് h2 മൈനസ് h1. കിടക്കട്ടടാ നിനക്ക് മൂന്നാമത്തെ കുതിരപ്പവൻ. ഈ മൂന്നെണ്ണം തമ്മിലുള്ള റിലേഷന് നിങ്ങൾ വർക്ക് എനർജി പവറിൽ പഠിച്ചതാണ്. ചേഞ്ച് ഇൻ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് വെരി ഗുഡ് ചേഞ്ച് ഇൻ ദ പൊട്ടൻഷ്യൽ എനർജി. മൂന്ന് ഇക്വേറ്റി അല്ലേ? ആൻസർ കിട്ടി. സോ ചേഞ്ച് ഇൻ ദ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു വർക്ക് എനർജി തിയറം പ്രകാരം ചേഞ്ച് ഇൻ ദ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ ദ പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിൽ ചേഞ്ച് ഇൻ വർക്ക് ഡൺ സ്ഥാനത്ത് P1 മൈനസ് P2 ഇൻറ്റു ഡെൽറ്റ വി ഞാൻ അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. P1 മൈനസ് P2 ഇൻറ്റു ഡെൽറ്റ വി. ചേഞ്ച് ഇൻ കൈനറ്റിക് സ്ഥാനത്ത് ഞാൻ ഇതേ ഇക്വേഷൻ എന്താ? ഹാഫ് ഇൻറ്റു എം ഇൻറ്റു എനിക്ക് എത്ര പറയാൻ പറ്റും? V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയുടെ സ്ഥാനത്ത് വെരി ഗുഡ് എത്ര കിട്ടിയടാ? mg ഇൻറ്റു h2 മൈനസ് എനിക്ക് എത്ര പറയാൻ പറ്റും? h1. പക്ഷേ ഇവിടെ ഈ മാസിനെ നമുക്കൊന്ന് ഒഴിവാക്കണം. എടാ മാസിന് നമുക്ക് ഒന്ന് ചേഞ്ച് ഇൻ വോളിയത്തിൻ്റെ ടേംസിൽ എഴുതിയാലോ? അല്ല ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്താ? എൻ്റെ സാർ പറഞ്ഞത് പറയാം, ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ ഇവിടെ വോളിയം എന്താ? ചേഞ്ച് ഇൻ വോളിയം അല്ലേ? അങ്ങനെയാണെങ്കിൽ എം ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? ഇവിടെ റോ ഇൻറ്റു എനിക്ക് എത്ര പറയാൻ പറ്റും? ഡെൽറ്റ വി. എമ്മും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യല്ലേ? ടെക്നിക്ക് എന്താ? ഡെൽറ്റ വി അങ്ങനെ ആകുമ്പോൾ ക്യാൻസൽ ഔട്ട് ആയി പോകും. അതാ ലോജിക്ക്. അപ്പം ഞാൻ P1 മൈനസ് P2 ഇൻറ്റു ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എമ്മിൻ്റെ സ്ഥാനത്ത് റോ ഇൻറ്റു ഡെൽറ്റ വി, പിന്നെ പഴയ പോലെ തന്നെ V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ പ്ലസ് എമ്മിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? റോ ഇൻറ്റു ഡെൽറ്റ വി. അപ്പം ജി എഴുതാൻ മറക്കരുത്. ജി ഇൻറ്റു നമുക്ക് എന്ത് എഴുതാൻ പറ്റും? h2 മൈനസ് h1. സർ ആരെങ്കിലും വാഴകളുണ്ടോ? ഉണ്ട്. ഡെൽറ്റ വി വാഴകളുണ്ട്. ബാക്കി നമുക്ക് എന്താ കിട്ടുക? P1 മൈനസ് P2 ഈസ് ഈക്വൽ ടു ഞാൻ അടുത്ത പേജിലേക്ക് എഴുതാൻ പോവാണേ. P1 മൈനസ് P2 ഈസ് ഈക്വൽ ടു എടാ ഇതാ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ്. P1 മൈനസ് P2 ഈസ് ഈക്വൽ ടു ഹാഫ് റോ V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ. ബ്രാക്കറ്റ് ഇവിടെ തന്നെ ഓപ്പൺ ചെയ്തൂടെ? അപ്പോൾ എനിക്ക് എന്താ കിട്ടുക? ഹാഫ് റോ ഇൻറ്റു ഏറ്റവും ആദ്യം V2 സ്ക്വയർ പിന്നെ മൈനസ് V1 സ്ക്വയർ. സോ ഹാഫ് റോ V2 സ്ക്വയർ മൈനസ് ഹാഫ് റോ ഇൻറ്റു V1 സ്ക്വയർ. കഴിഞ്ഞോ? ഇല്ല സർ. റോ G ഇൻറ്റു h2 മൈനസ് h1. സോ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ്
റോ ജി ഇൻറ്റു ഏറ്റവും ആദ്യം H2 ഉണ്ടാവും മൈനസ് റോ ഇൻറ്റു ജി ഇൻറ്റു എത്ര കിട്ടിയടാ H1. ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യാം. ഫസ്റ്റ് ഒന്നിൻ്റെ എല്ലാ ടേംസുകളും ഇടത്തെ ഭാഗത്തും രണ്ടുമായി ബന്ധപ്പെട്ട് സെക്കൻഡ് പോയിന്റ് ടേംസുകൾ മൊത്തം വലത്തെ ഭാഗത്ത് വെച്ചോ. എടാ -P2 വലത്തോട്ടേക്ക് പോലെ വലത്തോട്ടേക്ക് പോടാ. -12 റോ V1 സ്ക്വയർ ഇടത്തോട്ടേക്ക് വാടാ. മൈനസ് റോ ജി H1 ഇടത്തോട്ടേക്ക് വാടാ. അപ്പം എനിക്ക് എന്ത് കിട്ടി മച്ചാ? ദ ഫൈനൽ ഇക്വേഷൻ ഓൾറെഡി അവിടെ ഉള്ള P1 ആ റോ ജി H1 ഇവിടേക്ക് വരുമ്പോൾ മൈനസ് പ്ലസ് ആവും. സോ പ്ലസ് റോ ജി H1. ഇനി ആ -12 റോ V1 സ്ക്വയർ ഇടത്തോട്ടേക്ക് വരുമ്പോൾ പ്ലസ് ആവും. പ്ലസ് ഹാഫ് റോ ഇൻറ്റു V1 സ്ക്വയർ ഈസ് ഈക്വൽ ടു -P2 അങ്ങോട്ടേക്ക് പോകുമ്പോൾ P2 ആവുന്നു. പ്ലസ് എനിക്ക് എന്ത് ചെയ്താൻ പറ്റും? റോ ജി ഇൻറ്റു H2 പ്ലസ് എത്രയാടാ? ഹാഫ് ഇൻറ്റു റോ ഇൻറ്റു വെരി ഗുഡ് V2 സ്ക്വയർ. അല്ല ഇയാളെ പരിചയമുണ്ടോ? A1 V1 ഈക്വൽ ടു A2 V2 ആണെങ്കിൽ P1 പ്ലസ് റോ ജി H1 പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർ. ഈ കൺസെപ്റ്റ് എനിക്ക് എന്ത് ചെയ്താൻ പറ്റും? P പ്ലസ് പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയം പ്ലസ് റോ ജി എച്ച് എന്താടാ? വെരി ഗുഡ് ദ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ എന്താ? കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ്. എവിടെയോ അതന്നെ. ഏത് തിയറം? ബെർണോളിസ് തിയറം. പരിപാടി കഴിഞ്ഞു. ആകെ എത്ര സ്റ്റെപ്പേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ കുറച്ച് ഡീറ്റെയിൽ ആക്കി എഴുതിയതാട്ടോ. ആക്ച്വലി ഇതിനേക്കാളും നിങ്ങൾക്ക് വേണമെങ്കിൽ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ എടാ ബെർണോളിസ് തിയറം കൺസെപ്റ്റ് കഴിഞ്ഞില്ലേ? ഉഷാറല്ലേ? എന്നാൽ ബെർണോളിസ് തിയറത്തിൽ തന്നെ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ട് അപ്ലിക്കേഷൻ സ്ഥിരമായി ചോദിക്കാറുണ്ട്. ഒന്ന് സ്പീഡ് ഓഫ് റിഫ്ലക്സും അതേപോലെ തന്നെ ടോറിസെലീസ് ലോയും. എന്നാൽ ഈ ബെർണോളിസ് തിയറത്തിൽ നിന്ന് ചിലപ്പോൾ പ്രാക്ടിക്കലായ ഒരു ചോദ്യം ഒന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ബെർണോളിസ് തിയറത്തിൻ്റെ കൺസെപ്റ്റ് നമുക്ക് നോക്കാം. നമ്മൾ തൊട്ടുമുന്നെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ പറഞ്ഞപ്പോൾ അവിടെ മാസ് നഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഇപ്പം ഇവർ ഇതേപോലെ ചോദിക്കുകയാണ്. അത് എന്ത് ലോ ഓഫ് കൺസർവേഷൻ ആണ്? മാസ് ആണോ, മൊമെന്റം ആണോ, എനർജി ആണോ? കണ്ടിന്യൂറ്റി ഇക്വേഷൻ ആണെങ്കിൽ എനിക്ക് എന്ത് പറയാൻ പറ്റും? അത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എന്താണ്? മാസ് ആണ്. എന്നാൽ ബെർണോളിസ് തിയറത്തിൽ നമ്മൾ എനർജിയല്ലേ ഇക്വേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ബെർണോളിസ് തിയറത്തിൽ ഈസ് ബേസ്ഡ് ഓൺ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എന്താ സർ? എനർജിയാണ്. കാരണം കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം, പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയം, പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം അതല്ലേ കോൺസ്റ്റന്റ് ആക്കി എടുക്കുന്നത്. എന്നാൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പ്രാക്ടിക്കൽ എക്സാമ്പിൾ നോക്കാം. നോക്കി, രണ്ട് ബോൾ ഇതേപോലെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ നടുഭാഗത്തിലൂടെ ഇങ്ങനെ ഒന്ന് ഊതുകയാണെങ്കിൽ നമ്മളെ മനസ്സ് പറയും എന്ത്? ഈ രണ്ട് ബോൾ ഇങ്ങോട്ടേക്ക് പോകും. പക്ഷെ ബെർണോളിസ് തിയറം ഫിസിക്സ് പറയും ഈ രണ്ട് ബോൾ അട്രാക്ട് ചെയ്യും. ചോദ്യം വായിച്ചു നോക്കിയേ. വെൻ എയർ ഈസ് ബ്ലോൺ ബിറ്റ്വീൻ ദ ടു ബോൾസ് ദെൻ വിൽ ദേ അട്രാക്ട് ഓർ റിപ്പൽ? എടാ ആക്ച്വലി അട്രാക്ട് ചെയ്യാം. അതെന്തുകൊണ്ടാണ്? ഞാൻ ഒന്ന് ഊതുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? അവയ്ക്കിടയിലായിട്ടുള്ള വെലോസിറ്റി എന്താവുന്നുണ്ട്? കൂടുന്നുണ്ട്. നമ്മുടെ ബെർണോളിസ് തിയറം പ്രകാരം പി പ്ലസ് റോ ജി എച്ച് പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ എന്നല്ല ഇക്വേഷൻ. എടാ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഹാഫ് റോ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നാണെങ്കിൽ എടാ ഒരു ഹൊറിസോണ്ടൽ പൈപ്പാണ്. ഇപ്പം നോക്കിയേ, നിങ്ങൾ ഇതാണ് ഫസ്റ്റ് പോയിന്റ്, ഇതാണ് സെക്കൻഡ് പോയിന്റ് എടുക്കുന്നെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈൻ അല്ലേ? ആ ലൈനിൽ H1ഉം H2 ഈക്വൽ അല്ലേ? അങ്ങനെയാണെങ്കിൽ റോ ജി H1ഉം റോ ജി H2 ഈക്വൽ ആവും. അതിനർത്ഥം റോ ജി H1 ടേമും ക്യാൻസൽ ഔട്ട് ആയി പോവും. സോ ബെർണോളിസ് തിയറം ഫോർ എ ഹൊറിസോണ്ടൽ ലൈനിൽ ഈ ടേം ഉണ്ടാവില്ല. എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? പി പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താ? കോൺസ്റ്റന്റ്. സർ ഈ രീതിയിൽ ഈ അപ്ലിക്കേഷൻ വെച്ച് പല ചോദ്യങ്ങളും വരാം. ഇനി ഇക്വേഷനിലേക്ക് നോക്കി, അതിനർത്ഥം ഞാൻ ഊതുമ്പോൾ വെലോസിറ്റി എന്താവുന്നുണ്ട്? കൂടുന്നുണ്ട്. അപ്പോൾ കോൺസ്റ്റന്റ് ആവണമെങ്കിൽ പ്രഷർ എന്തായേ പറ്റൂ? കുറഞ്ഞേ പറ്റൂ. സോ പ്രഷർ കുറയാന്ന് വെച്ചാൽ ഇപ്പം ഈ രണ്ട് ബോൾസിന്റെ ഇടയിലായി പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ ഇവ അടുത്തേക്ക് വരും. അടുത്തേക്ക് വന്നാൽ അവർ ഒന്നിക്കുകയാണ് സുഹൃത്തുക്കളെ. ദാറ്റ് മീൻസ് എന്തായി? അട്രാക്ട് ആയി. സത്യം പറഞ്ഞിട്ട് ഔട്ട് ഓഫ് ലെവൽ ക്വസ്റ്റ്യൻ ഞാൻ സമ്മതിക്കുന്നത്. പക്ഷേ ഈ രീതിയിലുള്ള കൺസെപ്റ്റ് ചോദ്യം എന്നുള്ള ഗുണം ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി. അല്ലാതെ കോംപ്ലക്സ് ആയി ഒന്നുമില്ല സർ. കൺസെപ്റ്റ് മനസ്സിലായല്ലോ? എങ്ങനെ റോ ജി എച്ച് 0 ആയി? റോ ജി H1ഉം റോ ജി H2ഉം എന്താണ്? ഈക്വൽ ആയത്. അതായത് ഇതേപോലത്തെ ഒരു പൈപ്പാണ്. ഇതേപോലത്തെ പൈപ്പാണെങ്കിൽ H1ഉം അതേപോലെ H2ഉം എന്താണ്? ഈക്വൽ ആയി. അതുകൊണ്ടാണ് കൺസെപ്റ്റ് കിട്ടിയത്. റെഡി അല്ലേ? നേരെ നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ അടുത്ത അപ്ലിക്കേഷനിലേക്ക് പോകാം, വിച്ച് ഈസ് ദ സ്പീഡ് ഓഫ് എഫ്ലക്സ്. ഞാൻ ഇതേപോലെ ഒരു ടാങ്ക് എടുക്കുകയാണെങ്കിൽ ആ ടാങ്കിൻ്റെ ഒരു സൈഡിൽ ഒരു ഫസ്റ്റ് പോയിന്റിൽ ഞാൻ ഒരൊറ്റ ഓട്ട തുളച്ച് ആ ഓട്ടയിലൂടെ ഇതേപോലെ വെള്ളം വരുന്നുണ്ട്. ഇപ്പം വെള്ളം വരുന്ന ആ ഫസ്റ്റ് പോയിന്റിലെ വെള്ളം വരുന്ന വെലോസിറ്റിയെ നമ്മൾ V1 എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ടാങ്കിൻ്റെ ചെറിയൊരു ഹോളിൽ നിന്നും വരുന്ന ആ വെള്ളത്തിൻ്റെ ഫ്ലൂയിഡിൻ്റെ സ്പീഡിനെ നമ്മൾ പറയുന്ന പേരാണ് സ്പീഡ് ഓഫ് എഫ്ലക്സ്. എഫ്ലക്സ് എന്ന് വെച്ചാൽ കമ്മിങ് ഔട്ട് ഓഫ് എ ഹോൾ. എന്നാൽ ഇത് നമുക്ക് ബെർണോളിസ് തിയറം വെച്ചിട്ട് ആകെ 5-6 സ്റ്റെപ്പോട് കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് ചെയ്ത് നോക്കിയാലോ? എടാ ഏറ്റവും ആദ്യം ഇവിടെ കുറച്ച് അസംഷൻ നമ്മൾ വരുത്തണം. നമ്മളിപ്പോൾ ഫസ്റ്റ് പോയിന്റിലാണ് നമ്മുടെ ആ ഒരു വെലോസിറ്റി വരുന്ന വെലോസിറ്റി അളക്കാൻ നോക്കുന്നത് V1. എന്നാൽ
എന്നാൽ സെക്കൻഡ് പോയിന്റ് കണ്ടോ, സെക്കൻഡ് പോയിന്റ് എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ടാങ്കിൻ്റെ വെള്ളമല്ലേ, ആ വെള്ളം കുറയുന്ന ലെവലാണ്. എടാ V1 അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ സെക്കൻഡ് പോയിന്റിലെ വെലോസിറ്റി V2 എൻ്റെ മോനെ കട്ടുറുമ്പ് പോലെ ഇരിക്കും. അപ്പം എനിക്ക് എന്ത് പറയാൻ പറ്റും, എൻ്റെ ആ V2 V1 അപേക്ഷിച്ച് ഭയങ്കര ചെറുതാണ്, അല്ലെങ്കിൽ സാറേ 0 എന്ന് പറയാം. എന്നാൽ ഇനി ഫസ്റ്റ് പോയിന്റിലെ പ്രഷർ നിങ്ങൾ എല്ലാവരും നോക്കിയേ. ഫസ്റ്റ് പോയിന്റിലെ പ്രഷർ കണ്ടെത്തണമെങ്കിൽ ഇത് അറ്റ്മോസ്ഫിയറുമായി കോണ്ടാക്ട് അല്ലേ. അപ്പോൾ ഫസ്റ്റ് പോയിന്റിലെ പ്രഷർ P1 = എനിക്ക് എന്തെന്ന് പറയാൻ പറ്റും, വെരി ഗുഡ്, PA. അപ്പോൾ ഞാൻ അതുകൊണ്ട് സെക്കൻഡ് പോയിന്റിലെ പ്രഷർ ഞാൻ എന്ത് കൊടുക്കുന്നു, P എന്ന് കൊടുക്കുന്നു. കാരണം ആകെ ഒരു P മാത്രമേ ഉള്ളൂ, ഒരുത്തൻ PA ആയി കൊണ്ടുപോയി. ഈ അസംഷൻസ് നേരെ ബെർണോളിസ് തിയറത്തിൽ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്തായിരുന്നു നമ്മുടെ ബെർണോളിസ് തിയറം? P1 + ρgh1 + ½ ρv1² എത്രയാണ്? P2 + ρgh2 എത്രയാ? ½ ρ എത്രയാണ്? V2². അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് പോയിന്റ് മുതൽ നമ്മുടെ ഗ്രൗണ്ട് വരെയുള്ള ഒരു ഹൈറ്റ് ഫോർ എക്സാമ്പിൾ ഒരു h1 ആണെന്ന് വെച്ചോളൂ. നമ്മുടെ സെക്കൻഡ് പോയിന്റ് മുതൽ നമ്മുടെ ഗ്രൗണ്ട് വരെയുള്ള ഒരു ഹൈറ്റ് h2 ആണെങ്കിൽ ഈ h2 - h1 ആയിട്ടുള്ള നമ്മുടെ ആ ഒരു ഹോള് മുതൽ ആ വെള്ളത്തിൻ്റെ സർഫേസ് വരെയുള്ള വേർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് ഞാൻ സ്മോൾ ലെറ്റർ h എന്ന് പറയുന്നത്. അപ്പോൾ h കണ്ടെത്തണമെങ്കിൽ ഞാൻ ഈ ടോട്ടൽ h2-ൽ നിന്നും ഈ താഴേക്കുള്ള h1 മൈനസ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടി? സ്മോൾ ലെറ്റർ h കിട്ടി. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എല്ലാം കൂടിയിട്ട് ശരി. ഏറ്റവും ആദ്യം P1 സ്ഥാനത്ത് എന്ത് കൊടുക്കാൻ പറ്റും? അറ്റ്മോസ്ഫിയറുമായി കോണ്ടാക്ട് ഉണ്ട്. സോ PA പ്ലസ് എടാ ρ × G × h1 അതേപോലെ. ശരി സാർ, h1 + ½ ρ × V1². ആ V1 കണ്ടെത്തേണ്ടത് = P2 സ്ഥാനത്ത് എന്ത് പറയാൻ പറ്റും? P2 സ്ഥാനത്ത് നമ്മുടെ P ആണ് പ്രഷർ. സോ P + ρg × h2 അതേപോലെ പ്ലസ് ½ ρ V2² എഴുതേണ്ട ആവശ്യമില്ല. സോ ഇത് പ്ലസ് എത്രയാ? 0. കാരണം V2ൻ്റെ വാല്യൂ 0 ആയി. റീഅറേഞ്ച് ചെയ്യല്ലേ, ഞാൻ V1 ഒറ്റക്കാക്കല്ലേ. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ PA വലത്തോട്ടേക്ക് കൊണ്ടുപോകുന്നു, ρgh1 വലത്തോട്ടേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൻ പറ്റും? ½ ρ × V1² എടാ PA അങ്ങോട്ടേക്ക് പോയി. സോ എനിക്ക് P - PA. സാറേ ബുദ്ധിമുട്ടാവരുതേ, ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി പറഞ്ഞുതരാം. എടാ ½ ρ V1² അവിടെ വെച്ചു. ഈ P അങ്ങോട്ടേക്ക് പോകുമ്പോൾ P - PA ആവും. ഇനി ഒരാളും കൂടി റൈറ്റിലേക്ക് പോകില്ലേ, ആരാ? ρgh1 വലത്തോട്ടേക്ക് പോ സർ. അങ്ങനെയാണെങ്കിൽ ρgh2 ആദ്യമേ അവിടെയുള്ള റോജി മൈനസ് എനിക്ക് എന്ത് കിട്ടും? ρgh1 കോമൺ ഉണ്ട്, നേരെ പുറത്തെടുത്തോ. സോ ½ ρ V1² P - PA പ്ലസ് ρg × എത്രയാടാ? h2 മൈനസ് എത്രയാ? h1. പരിചയമുണ്ടോ? h2 - h1 എത്രയാ? h സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തടാ. സോ എനിക്ക് എന്ത് കിട്ടി? ½ ρ × V1² P - PA സർ കഴിഞ്ഞില്ലേ, പ്ലസ് ρg × h2 - h1. h എന്ന് പറയാൻ പറ്റും. നമുക്ക് ആരെ കണ്ടെത്തേണ്ടത്? V1. അപ്പോൾ അയാൾ ഒറ്റക്കാക്കണ്ടേ? 2a മുകളിലേക്ക് പോ, റോയെ താഴേക്ക് വാ. സോ V1² ഈ താഴെയുള്ള 2 മുകളിലേക്ക് പോകുമ്പോൾ 2/ρ, താഴേക്ക് വരുമ്പോൾ 2/ρ. എടാ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത പോലെയാണ്. 2/ρ ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഫസ്റ്റ് ബ്രാക്കറ്റിൽ P - PA, രണ്ടാമത്തേൽ നമുക്ക് എന്തുണ്ടാവും? ρgh. V1² അല്ലേ. അപ്പം പിള്ളേച്ച V1 കണ്ടെത്താൻ എന്തെടുത്താൽ മതി? റൂട്ട് എടുത്താൽ മതി. സോ V1 = √2/ρ × പിന്നെ ബ്രാക്കറ്റ് കോമൺ ആണ് P - PA പ്ലസ് ρgh. ഇത്രയേ ഉള്ളൂ. അതാ പറഞ്ഞത്. ബെർണോളിസ് തിയറം കിട്ടിയോ എൻ്റെ സാറുമാർക്ക്? ബാക്കിയുള്ളത് സാറേ പുഷ്പ. അത്രയേ ഉള്ളൂ. റെഡി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വേറെ എക്സ്റ്റൻഷൻ പറയാം. ആക്ച്വലി സ്പീഡ് ഓഫ് എഫ്ലക്സും ടോറിസെല്ലിസ് ലോയും ഒരിക്കലും ഒന്നല്ല. എടാ ഇതേ കൺസെപ്റ്റ് തന്നെ ഞാനിപ്പോൾ മുകൾ ഭാഗം ശ്രദ്ധിച്ചോ. എൻ്റെ മുകൾ ഭാഗത്തെ ആ ടാങ്ക് ഓപ്പൺ അല്ല, ക്ലോസ്ഡ് ആണ്. എന്നാൽ ക്ലോസ്ഡ് ആവുന്നതിന് പകരം എൻ്റെ ടാങ്ക് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ അപ്പോഴാണ് അതിനെ ഞാൻ ടോറിസെല്ലിസ് ലോ എന്ന് പറയുന്നത്. എടാ ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ രണ്ടാമത്തെ പോയിന്റിലെ പ്രഷറില്ലേ, ഏതാ? P2 = P. അതെന്തായിട്ട് മാറും? അറ്റ്മോസ്ഫിയറിക് പ്രഷറായിട്ട് മാറും. സോ ഈ ഇക്വേഷനിൽ P-ന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി? PA കൊടുത്താൽ മതി. സാറേ മൊത്തം 0 ആവില്ലേ? മൊത്തം 0 ആവോ? ഒന്ന് ചെയ്ത് നോക്കിയല്ലേ. എടാ നമ്മളിപ്പോൾ പഠിച്ച ഇക്വേഷൻ എന്താ? V1 = ഒന്ന് മനസ്സ് പറഞ്ഞേ, വെരി ഗുഡ്. V1 = √2/ρ × ബ്രാക്കറ്റ് ഓപ്പൺ P - PA പ്ലസ് ബാക്കി നമുക്ക് എന്തുണ്ടാ? ρ × G × എത്രയാ? h. എന്നാൽ ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആയി കഴിഞ്ഞാൽ രണ്ടാമത്തെ പോയിന്റിലെ പ്രഷർ ആയിട്ടുള്ള P അതെന്തായിട്ട് മാറും?
പി എ ആയിട്ട് മാറും. അതിനർത്ഥം എടാ ഇവൻ പി എ ആയില്ലേ, പി എ ആയി കഴിഞ്ഞാൽ ഇത് 0 ആയി. പക്ഷെ റോ ജി എച്ച് ഉണ്ട്, അയാളെ മറന്നോ നമ്മൾ. അപ്പോൾ V1 = എനിക്ക് എന്ത് ചെയ്താൻ പറ്റും, √2/ρ ഇൻറ്റു ഇത് 0 ആയി, പ്ലസ് ഒരാളും കൂടി ഉണ്ട് റോ ഇൻറ്റു ജി ഇൻറ്റു എച്ച്. റോയും വായത്തണ്ട് പോലെ വെട്ടി. സോ V1 = എനിക്ക് എന്ത് കിട്ടുമടാ, √2 ഇൻറ്റു ജി ഇൻറ്റു എച്ച്. എവിടെയോ പരിചയമുണ്ടല്ലോ, വെലോസിറ്റി ഓഫ് എ ഫ്രീലിംഗ് ഫാളി ബോഡി. അങ്ങനെ ഒരു കറസ്പോണ്ടിങ് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ടാങ്കിൻ്റെ സൈഡിൽ ഓട്ടോ തുളച്ച് കഴിഞ്ഞാൽ അതിന്ന് വരുന്ന വെള്ളത്തിൻ്റെ വെലോസിറ്റി നമ്മുടെ വെലോസിറ്റി ഓഫ് ദ ഫ്രീലിംഗ് ഫാളി ബോഡിക്ക് ഈക്വൽ ആണ്. ആ ലോയെ നമ്മൾ പറയുന്ന പേരാണ് വിച്ച് ഈസ് നോൺ ആസ് എന്താ, ദ ടോറിസെല്ലിസ് ലോ. മറ്റേതിന് നമ്മൾ പറയുന്ന പേര് സ്പീഡ് ഓഫ് എഫ്ലക്സ് എന്നാ. ഇതാണ് എക്സാക്റ്റ് ആയിട്ട് നമ്മൾ പറയുന്ന എന്ത്, ടോറിസെല്ലിസ് ലോ. ബെർണോളിസ് തിയറത്തിൻ്റെ 2 ആപ്ലിക്കേഷൻസും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു സാറേ. നേരെ പിടിച്ചോടാ, അടുത്ത ലാസ്റ്റ് കുറച്ച് ഡിറൈവേഷൻസ്, സ്റ്റോക്സ് ലോ അതേപോലെ ടെർമിനൽ വെലോസിറ്റി. ഒന്ന് ചോദ്യം വായിച്ചു നോക്കാം. റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ സ്റ്റോക്സ് ലോ ഫ്രം ദ ഇക്വേഷൻ ഓൺ വിച്ച് ഫാക്ടേഴ്സ് ഡസ് എ വിസ്കസ് ഫോഴ്സ് ഡിപ്പെൻഡ്സ്. എടാ ഞാൻ എൻ്റെ കയ്യിൽ ഇതേപോലെ ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ഈ ഫ്ലൂയിഡിലേക്ക് ഞാൻ ഒരു ബോൾ ഞാൻ ഇങ്ങനെ നിലത്തേക്ക് ഇട്ടിട്ടുണ്ട്. ആ ബോളിൻ്റെ റേഡിയസ് 6 ആണെന്ന് വെച്ചോളൂ. സോ ഇപ്പോൾ ഈ ബോള് ആ ഒരു ഫ്ലൂയിഡിലേക്ക് ഇടുമ്പോൾ ഫ്ലൂയിഡിൻ്റെ വിസ്കോസിറ്റി ഒരു ET ആണെന്ന് വെച്ചോളൂ. അപ്പോൾ ഏറ്റവും ആദ്യം ആ ബോൾ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വന്ന് കുറച്ച് കഴിയുമ്പം ആ ബോൾ ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിലേക്ക് താഴേക്ക് വീഴാൻ തുടങ്ങും. അങ്ങനെ ആ ബോൾ താഴേക്ക് വരുന്ന കോൺസ്റ്റൻറ്റ് യൂണിഫോം വെലോസിറ്റിയെ നമ്മൾ പറയുന്ന പേരാണ് ടെർമിനൽ വെലോസിറ്റി അല്ലെങ്കിൽ VT. സോ ഈ ടെർമിനൽ വെലോസിറ്റി കണ്ടെത്താനുള്ള ഡിറൈവേഷൻ അത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ ബോൾ താഴേക്ക് വീഴുമ്പോൾ ഈ ഒരു ഫ്ലൂയിഡിൻ്റെ വിസ്കോസിറ്റി ഈ ബോളിൻ്റെ മുകളിലേക്ക് ബൊയൻ ഫോഴ്സ് പോലെ ഒരു വിസ്കസ് ഫോഴ്സ് കൊടുക്കും. ആ വിസ്കസ് ഫോഴ്സ് കണ്ടെത്താനുള്ള ലോയെ നമ്മൾ പറയുന്ന പേരാണ് ദ സ്റ്റോക്സ് ലോ. ആ വിസ്കസ് ഫോഴ്സിൻ്റെ ഇക്വേഷനാണ് നമ്മൾ പൊതുവെ FV എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിസ്കോസിറ്റി കാരണം ഉണ്ടാവുന്ന അപ്വേർഡ് ഫോഴ്സാണ്. FB ആണെങ്കിലോ ബോയൻ ഫോഴ്സ്, FG ആണെങ്കിലോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പോൾ ഞാൻ FE എഴുതിക്കോട്ടെ. FV ആണ് = എടാ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി, ഡിറൈവേഷൻ ചോദിക്കാറില്ല. 6 × π × ഈറ്റ എന്താ, കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ഇൻറ്റു R എന്താ, ആ ബോളിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താണ് റേഡിയസ് ഇൻറ്റു ആ ബോൾ ഇപ്പോൾ താഴേക്ക് വരുന്ന വെലോസിറ്റി വിച്ച് ഈസ് = VT. അത് യൂണിഫോം വെലോസിറ്റി, അതുകൊണ്ട് അതിനെ ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നു. സോ ഇതാണ് നമ്മുടെ വിസ്കസ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ. സോ ചോദ്യത്തിൻ്റെ ബാക്കിയുണ്ട്, ഓൺ വിച്ച് ഫാക്ടേഴ്സ് ഡസ് എ വിസ്കസ് ഫോഴ്സ് ഡിപ്പെൻഡ്സ്. എത്ര ഫാക്ടേഴ്സ് ഉണ്ട് എടാ, കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, റേഡിയസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, മൂന്നാമത് താഴേക്ക് വരുന്ന യൂണിഫോം വെലോസിറ്റി അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത ചോദ്യം എന്തായിരിക്കും സക്കീർ ബൈ, ടെർമിനൽ വെലോസിറ്റി ആയിരിക്കും. അതെ, ഒരു ചെറിയ ടിസ്റ്റ് ഉണ്ട് വർമ്മ സാറേ, ഇന്നടാ പിടിച്ചു. When a body falls through a fluid, then name the velocity in which the net force acting on it is 0. അങ്ങനെ ഒരു ബോഡിയിലേക്ക് ഫോഴ്സ് ഇല്ല എന്നല്ല, നെറ്റ് ഫോഴ്സ് 0. എടാ നെറ്റ് ഫോഴ്സ് 0 ആകുമ്പോൾ ആക്സിലറേഷൻ 0. ആക്സിലറേഷൻ 0 ആയിക്കഴിഞ്ഞാൽ വെലോസിറ്റി കോൺസ്റ്റന്റ്. യെസ്, അങ്ങനെ ആ വരുന്ന കോൺസ്റ്റന്റ് ആയി നിൽക്കുന്ന ആ വെലോസിറ്റിയെ നമ്മൾ പറയുന്ന പേരാണ് ഇപ്പം നമ്മൾ പഠിച്ചിരിക്കുന്ന വെരി ഗുഡ് വിച്ച് ഈസ് നോൺ ആസ് ദ ടെർമിനൽ വെലോസിറ്റി, അല്ലെങ്കിൽ നമുക്ക് VT എന്ന് പറയാം. അപ്പോൾ സാറേ ഇനി നമുക്ക് ഡിറൈവ് ചെയ്യാം. ഇനി ക്ലൈമാക്സ് വെച്ച് ഞങ്ങളെല്ലാവരും എന്നെ ചീത്ത പറയും. അതുകൊണ്ടാണ് എടാ പിടിച്ചോ. എ സോളിഡ് സ്ഫിയർ ഓഫ് റേഡിയസ് R ആൻഡ് ഡെൻസിറ്റി ρ ഈസ് ഫാളിംഗ് ത്രൂ എ വിസ്കസ് മീഡിയം ഓഫ് ഡെൻസിറ്റി സിഗ്മ ആൻഡ് ദ കറസ്പോണ്ടിങ് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ഈറ്റ. Then what are the different forces acting on a body? Derive an expression for the terminal velocity. ഫിഗർ വായിച്ചിട്ടൊന്നും മനസ്സിലായില്ലല്ലോ, എന്നാ പിടിച്ചോ. എൻ്റെ കയ്യിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി സിഗ്മയും അതേപോലെ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ഈറ്റയും. ഡെൻസിറ്റി സിഗ്മയും കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ഈറ്റയും. ഇപ്പം ഞാൻ അതിലേക്ക് ഒരു സ്ഫിയർ ഇട്ടിട്ടുണ്ട്. ആ സ്ഫിയറിൻ്റെ റേഡിയസ് ആറും ഡെൻസിറ്റി റോയാണെന്ന് വെച്ചോളൂ. അതായത് ഞാനിപ്പോൾ ഒരു സ്ഫിയർ ഇട്ടിട്ടുണ്ട്. ആ സ്ഫിയറിൻ്റെ റേഡിയസ് ആറും ഡെൻസിറ്റി എത്രയാ, റോയാണെന്ന് വെച്ചോളൂ. ഇപ്പോൾ ആ സ്ഫിയർ താഴേക്ക് വരുന്ന വെലോസിറ്റി യൂണിഫോം വെലോസിറ്റിയെ ടെർമിനൽ വെലോസിറ്റി എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന എത്ര ഫോഴ്സ് ഉണ്ട്? ഒരു കാര്യം ഉറപ്പാ, എപ്പോഴും താഴേക്ക് പിടിച്ചു വലിക്കുന്ന ആരാ, ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. മുകളിലേക്ക് ഇപ്പൊ സ്റ്റോക്സ് ലോ പ്രകാരം വിസ്കോസിറ്റിയുടെ മുകളിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കും. ഏതാ ഫോഴ്സ്? വിസ്കോസ് ഫോഴ്സ്. എന്നാ മച്ചാനെ
ഫ്ലൂയിഡ് ഒരു ഫോഴ്സ് കൊടുക്കൂലേ, കാരണം ഫ്ലൂയിഡ് അല്ലേ മെയിൻ. ബൊയൻസി, വെരി ഗുഡ്. അങ്ങനെ വിസ്കസ് ഫോഴ്സിന്റെ അതേ ഡയറക്ഷനിൽ നമ്മുടെ ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി കാരണം അപ്വേർഡായി കൊടുക്കുന്ന ഫോഴ്സിനെ പറയുന്ന പേരാണ് ബൊയൻ ഫോഴ്സ്. നെയിം ദ 3 ഫോഴ്സസ്. എത്ര ഫോഴ്സ് ഉണ്ട്? 3 ഫോഴ്സ്. ഏതൊക്കെയാടാ? ഏതൊക്കെയാ ഒന്ന് കമന്റ് ചെയ്തേ, അല്ലെങ്കിൽ ഒന്ന് മനസ്സിലേക്ക് പറഞ്ഞേടാ. ഏറ്റവും ആദ്യം നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് Fg ആണ്. രണ്ടാമത്തത് നമ്മുടെ ബൊയൻ ഫോഴ്സ് Fb ആണ്. മൂന്നാമത്തത് നമ്മുടെ വിസ്കസ് ഫോഴ്സ് എത്രയാ? Fe. നമുക്ക് ഈ 3 ഒന്ന് കണ്ടെത്താം. എടാ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇക്വേഷന് നമുക്ക് എല്ലാവർക്കും അറിയാം m×g എന്നല്ലേ. പക്ഷേ മാസിന്റെ ഇക്വേഷൻ എന്താ? ഡെൻസിറ്റി ഇൻറ്റു വോളിയം. അപ്പോ എമ്മിന്റെ സ്ഥാനത്ത് ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഇൻറ്റു ജി. പക്ഷേ ഈ വോളിയം ഇതൊരു സ്ഫിയർ അല്ലേ. എന്താ സ്ഫിയറിന്റെ വോളിയം? 4/3 പൈ ഇൻറ്റു റേഡിയസ്, അപ്പോൾ r³ അപ്പം ഞാൻ റോ ഇൻറ്റു വോളിയത്തിൻ്റെ സ്ഥാനത്ത് 4/3 പൈ r³ ഇൻറ്റു കറസ്പോണ്ടിങ് നമുക്ക് എത്ര കിട്ടി? ജീന്ന് കിട്ടി. ഇതൊന്ന് മൊഞ്ചനാക്കി എഴുതാണെങ്കിൽ എടാ Fg ഈസ് ഈക്വൽ ടു എടാ കാണുന്നില്ലേ 4/3 ഇൻറ്റു പൈ ഇൻറ്റു r³ ഇൻറ്റു റോ ഇൻറ്റു ജി. കിടക്കട്ടെ മുത്തേ, ഒന്നാമത്തെ കുതിരപ്പാൽ. ഈ കുതിരപ്പാലിൻ്റെയും കുഴപ്പമില്ല, പിടിച്ചോടാ, ഇക്വേഷൻ കിട്ടി. ഇനി ബോയൻ ഫോഴ്സ് കണ്ടെത്താം. ചെറിയ ഷോർട്ട് കട്ട് പറഞ്ഞു. നമ്മൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സിൽ കണ്ടെത്തിയ ഇക്വേഷൻ ഏതാണോ സെയിം ഇക്വേഷൻ, ചെറിയൊരു ട്വിസ്റ്റ്. ആ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സിൽ എടുത്ത ഡെൻസിറ്റി എന്താ? ആ ഒരു ബോളിൻ്റെ ഡെൻസിറ്റിയാണ്. എന്നാൽ ബോയൻ ഫോഴ്സിൽ സെയിം ഇക്വേഷൻ വിത്ത് ആ ഡെൻസിറ്റി മാറ്റി പകരം ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റിയായി റീപ്ലേസ് ചെയ്യാം. ഇവിടെ റോയാണ്, അപ്പൊ ആരായി റീപ്ലേസ് ചെയ്യണം? ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി എത്രയാടാ? സിഗ്മ. വേറെ ഒരു മാറ്റൂല, തള്ളിക്കോ മച്ചാനെ. അങ്ങനെ Fb ഈസ് ഈക്വൽ ടു എന്നെ സാറന്മാരെ മക്കളൊന്ന് പറഞ്ഞേടാ. യെസ്, എത്രയാ? 4/3. ഒരു മാറ്റൂല്ലല്ലോ, സംശയമൊന്നുമില്ലല്ലോ, ഇല്ല. ഇൻറ്റു പൈ ഇൻറ്റു ഒരു മാറ്റൂല r³ ഇൻറ്റു നൈസിലൊന്ന് ചാമ്പിക്കോ. എത്രയാ? റോന്റെ സ്ഥാനത്ത് സിഗ്മ ഇൻറ്റു എത്രയാ? ജി. കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഇനി മൂന്നാമത്തെ വിസ്കസ് ഫോഴ്സ് എങ്ങനെ കണ്ടെത്താ? അടി തരൂല, സ്നേഹത്തോടെ പറയും. എന്താടാ? ഇതല്ലേ നമ്മൾ നേരത്തെ കണ്ടെത്തിയ സ്റ്റോക്സ് ലോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. സോ എഫിന്റെ സ്ഥാനത്ത് 6π ഈറ്റ ഇൻറ്റു RBT. അല്ല, ഇതിപ്പോൾ എങ്ങോട്ടേക്കാ പോണേ? എന്താ കണ്ടെത്തേണ്ടത്? ടെർമിനൽ വെലോസിറ്റി. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യല്ലേ. എടാ, മുകളിലേക്ക് ഏതൊക്കെ ഫോഴ്സാ? Fe Fp. താഴേക്ക് ഏത് ഫോഴ്സാ മക്കളെ? Fg. അപ്പം നമുക്ക് രണ്ട് ഇക്വേറ്റ് ചെയ്യാം. മുകളിലേക്കുള്ള ഫോഴ്സ് വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാടാ? Fv പ്ലസ് Fb ഈസ് ഈക്വൽ ടു താഴേക്കുള്ള ഫോഴ്സ് എത്രയാടാ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. Fക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. 6π ഈറ്റ ഇൻറ്റു RBT പ്ലസ് Fb ബോയൻ ഫോഴ്സ് എത്രയാടാ? 4/3 ഇൻറ്റു പൈ ഇൻറ്റു r³ ഇൻറ്റു മുദ്ര ശ്രദ്ധിക്കണം, മുദ്ര സിഗ്മ ജി ഈസ് ഈക്വൽ ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എത്രയാ? 4/3 ഇൻറ്റു പൈ ഇൻറ്റു r³ ഇൻറ്റു എനിക്ക് എത്ര എഴുതാൻ പറ്റും? റോ ഇൻറ്റു ജി. വീട്ടിനല്ലേ സിംഗിൾ പ്രസംഗം ആക്കണ്ടേ? ബാക്കിലെല്ലാവരും അങ്ങോട്ട് ബാക്കിലെല്ലാവരും അങ്ങോട്ട് കൊണ്ടുപോകല്ലേ. അപ്പം ഞാൻ 4/3 പൈ r³ ഇൻറ്റു സിഗ്മ ജീനെ വലത്തോട്ടേക്ക് കൊണ്ടുപോകുന്നു. ഞാൻ അടുത്ത പേജിലേക്ക് എഴുതാം കേട്ടോ. അപ്പോൾ എടാ 6π ഈറ്റ ഇൻറ്റു RBT ഈസ് ഈക്വൽ ടു എനിക്ക് എന്ത് കിട്ടുമെടാ? ഇയാളെ വലത്തോട്ടേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഓൾറെഡി അവിടെയുള്ള 4/3 പൈ r³ ഇൻറ്റു എനിക്ക് എന്താ ഉള്ളത്? റോ ഇൻറ്റു ജി. എടാ കുഴപ്പമില്ലല്ലോ, ഇല്ല, മൈനസ്. കാരണം എന്താ? ഇവൻ വലത്തോട്ടേക്ക് പോകുമ്പോൾ മൈനസ് ആവും. എത്രയാ? -4/3 ഇൻറ്റു പൈ ഇൻറ്റു r³ ഇൻറ്റു സിഗ്മ ജി. അത്രയേ ഉള്ളൂ സാറേ. കോമൺ ഉണ്ട്. എടുത്തോ, ഒന്നും നോക്കണ്ടേ, എന്തിനാ കാത്തിക്കുന്നത്? 6π ഈറ്റ RBT ഈസ് ഈക്വൽ ടു 4/3 ആഹാ പൈ ആഹാ r³ ഇൻറ്റു ജി ഇൻറ്റു ഇനി അധികം വേണ്ട, കാരണം ഒരാളെങ്കിലും ഉള്ളു വേണ്ടേ? റോ മൈനസ് സിഗ്മ. സർ കുറേ ആൾക്കാർ വാഴ പോലെ നിൽക്കുന്നുണ്ട്. ആരൊക്കെയാ? പൈ സ്വീ. അതേപോലെ r³ ഒരു ആറും കട്ടായി ഇവിടെ 2 വരും. എടാ ഞാൻ കളർ മാറ്റാം, നമ്മുടെ കട്ടിങ് ഓക്കെ അല്ലേ? യെസ്. എടാ അതേപോലെ 6ഉം 4ഉം ക്യാൻസൽ ഔട്ട് ആയി കഴിഞ്ഞാൽ ഇവിടെ 2 വരും, ഇവിടെ 3 വരും. ഇനി VT സിംഗിൾ പ്രസംഗിയാക്കാം. VT തേക്കാൻ സമയമായി. അപ്പോൾ VT ഈസ് ഈക്വൽ ടു എടാ ഈ 3 നേരെ താഴേക്ക് വരും. അപ്പോൾ ഓൾറെഡി ഇവിടെ 2 ഉണ്ട്. ഡിവൈഡ് ബൈ 3 ഇൻറ്റു 3 അവർ ഒന്നിച്ചു 9 ആയി. ഈ ഈറ്റ താഴേക്ക് വരുമ്പോൾ ഡിനോമിനേറ്ററിലായി. r³ ഒരു 6 പോയി r² ഇൻറ്റു ജി ഇൻറ്റു എത്ര കിട്ടിയടാ? റോ മൈനസ് സിഗ്മ. സർ ഇതാണ് ആ ഒരു സ്ഫിയർ താഴേക്ക് വരുന്ന യൂണിഫോം വെലോസിറ്റി, ടെർമിനൽ വെലോസിറ്റി എന്നുള്ള കൺസെപ്റ്റ്. കഴിഞ്ഞു പരിപാടി. എങ്ങനെയുണ്ട്? സോ സിമ്പിൾ. സെറ്റോസ്കി അല്ലേ? എന്നാൽ പിടിച്ചോടാ. നേരെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ എക്സസ് പ്രഷർ ഇൻസൈഡ് എ ലിക്വിഡ് ഡ്രോം. എടാ സർഫേസ് ടെൻഷൻ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ആ ലിക്വിഡ് സർഫേസ് മിനിമം സർഫേസ് ഏരിയ ആയിട്ട് ഒക്യുപ്പേഷൻ ശ്രമിക്കും.
സോ ഏറ്റവും ആദ്യം എൻ്റെ കയ്യിൽ ഇതേപോലെ ഒരു സ്ഫിയറാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് ഏറ്റവും മിനിമം സർഫേസ് ഏരിയ ഒക്യുപ്പൈ ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഇതിനനുസരിച്ച് തന്നെ നമ്മൾ ആ സർഫേസ് ഏരിയയെ 1 മീറ്റർ സ്ക്വയർ യൂണിറ്റി ആയിട്ട് നമുക്ക് അതിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി, സർഫേസ് ഏരിയ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട വർക്ക് ഡണ്ണിനെ പറയുന്ന പേരായിരുന്നു സർഫേസ് എനർജി. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു സർഫേസ് എനർജി കൊടുത്തിട്ട് ഇപ്പോൾ അത് ഫോർ എക്സാമ്പിൾ ഇതേപോലെ ഒരു ഡെൽറ്റ ആർ ഇൻക്രീസ് ആയി എന്ന് വെച്ചോളൂ. സോ ഏറ്റവും ആദ്യം ഇതിൻ്റെ ഉള്ളിലെ പ്രഷർ ഇൻസൈഡ് പ്രഷർ പി ഐയും ഔട്ട്സൈഡ് പ്രഷർ പി ഒ ആണെന്ന് വെച്ചോളൂ. സോ ഒരു എക്സസ് പ്രഷർ ഉണ്ടായില്ലേ? ആ എക്സസ് പ്രഷർ എങ്ങനെയാണ്? അവിടെ സർഫേസ് ടെൻഷൻ കാരണം. അങ്ങനെ ആ എക്സസ് പ്രഷർ ഡെൽറ്റ പി നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ഇസ് ഈക്വൽ ടു എത്രയായിരിക്കും? ബേസിക്കായ കൺസെപ്റ്റ് പ്രകാരം പി ഐ മൈനസ് എത്രയാണ്? പി ഒ. ഇതാ കൺസെപ്റ്റ്. പക്ഷേ ഇത് നമുക്കൊന്ന് ഡിറൈവ് ചെയ്ത് നോക്കാം. ആകെ ഇതിന് വേണ്ട ചെറിയൊരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ചേഞ്ച് ഇൻ പ്രഷറിൻ്റെ ഇക്വേഷൻ, നമുക്ക് എല്ലാവർക്കും പ്രഷറും ഫോഴ്സും തമ്മിലുള്ള ഇക്വേഷൻ ആണല്ലോ. പ്രഷർ ഈസ് ഈക്വൽ ടു എത്രയാണ്? ഫോഴ്സ് ഇൻറ്റു ഏരിയ. അതേപോലെ വർക്ക് ഡൺ ഇക്വേഷൻ എന്താ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. അങ്ങനെയാകുമ്പോൾ ഞാനിപ്പോൾ ഇത്രയും ഭാഗത്തുള്ള ഏറ്റവും ആദ്യം ഫോർ എക്സാമ്പിൾ അതിൻ്റെ ഒരു ആർ റേഡിയസ് ആണെങ്കിൽ അതിനിപ്പോൾ ഡെൽറ്റ ആർ ആയി കൂട്ടണമെങ്കിൽ ചെയ്യേണ്ട ആ വർക്ക് ഡൺ ഡബ്ല്യു ഇസ് ഈക്വൽ ടു എത്രയായിരിക്കും? ഫോഴ്സ് ഇൻറ്റു എനിക്ക് എന്ത് പറയാൻ പറ്റും? ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാ? ഡെൽറ്റ ആർ അല്ലേ? എന്നാൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താ? പ്രഷർ ഇൻറ്റു ഏരിയ. അപ്പം ഈ വർക്ക് ഡൺ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഫോഴ്സിനെ സ്ഥാനത്ത് പ്രഷർ എത്രയാ? പ്രഷർ എക്സസ് പ്രഷർ അല്ലേ? ഡെൽറ്റ പി. സോ ഡെൽറ്റ പി ഇൻറ്റു ഏരിയ. എത്രയാ ഏരിയ? ഏറ്റവും ആദ്യം റേഡിയസ് ആർ ആണെങ്കിൽ ആ ഒരു കറസ്പോണ്ടിങ് സ്ഫിയറിൻ്റെ സർഫേസ് ഏരിയ എത്രയാ? 4 പൈ ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? വിച്ച് ഈസ് നോൺ ആസ് ഡെൽറ്റ ആർ. കേട്ടക്കട്ട മുത്തേ നിനക്ക് ഒരു കുതിരപ്പോൽ. ഇനി നമ്മൾ മറ്റൊരു ഇക്വേഷൻ നോക്കാം. ഞാൻ തൊട്ടുമുന്നേ നിങ്ങളോട് കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സർഫേസ് എനർജിയുടെ കൺസെപ്റ്റ്. സർഫേസ് എനർജി എസ് ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ പെർ യൂണിറ്റ് ഏരിയ. ആ 1 മീറ്റർ സ്ക്വയർ ഏരിയ കൂട്ടണമെങ്കിൽ എത്ര വർക്കാണോ ചെയ്യേണ്ടത് അതിനെ പറയുന്ന പേരാ സർഫേസ് എനർജി. ഇവിടെയും വർക്കില്ലേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തൂടെ? അപ്പോൾ എനിക്ക് വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു എന്ത് ചെയ്താൻ പറ്റും? സർഫേസ് എനർജി ഇൻറ്റു ഏരിയ. സോ ഇതേ ഇക്വേഷൻ ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ നോക്കടാ, ഡബ്ല്യു ഇസ് ഈക്വൽ ടു എത്രയാ? സർഫേസ് എനർജി ഇൻറ്റു ഇവിടെ പക്ഷേ ഏരിയ എന്താ? ചേഞ്ച് ഇൻ ഏരിയയാണ്. സോ എസ് ഇൻറ്റു എന്ത് കൊടുക്കാൻ പറ്റും? ചേഞ്ച് ഇൻ ഏരിയ. ഈ ചേഞ്ച് ഇൻ ഏരിയ ആക്ച്വലി കൺസെപ്റ്റ് പ്രകാരം ആദ്യത്തെ ഏരിയ 4 പൈ ആർ സ്ക്വയർ ആണ്. അവസാനത്തെ റേഡിയസ് എത്രയാ? ആർ പ്ലസ് ഡെൽറ്റ ആർ. അപ്പോൾ അവസാനത്തെ ഏരിയ എത്രയായിരിക്കും? 4 പൈ ഇൻറ്റു ആർ പ്ലസ് ഡെൽറ്റ ആർ ഹോൾ സ്ക്വയർ. അപ്പോൾ ചേഞ്ച് ഇൻ ഏരിയ എത്രയായിരിക്കും? നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, ഡെൽറ്റ എ ഇസ് ഈക്വൽ ടു 4 പൈ ഇൻറ്റു ആർ പ്ലസ് ഡെൽറ്റ ആർ ഹോൾ സ്ക്വയർ. അത് ഫൈനൽ ഏരിയ ആണ് മൈനസ് ഇനീഷ്യൽ ഏരിയ. നമ്മൾ ഇവിടെ കണ്ടെത്തിയ ഏരിയ എത്രയാ? -4 പൈ ഇൻറ്റു ആർ സ്ക്വയർ. അത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പാൻഡ് ചെയ്താൽ മതി. അത് നേരത്തെ എക്സാം ചെയ്ത മാർക്ക് കിട്ടുമ്പോൾ ഒരു ടെൻഷൻ ആവണ്ട. അത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു സർഫേസ് എനർജി ഇൻറ്റു ചേഞ്ച് ഇൻ ഏരിയയുടെ സ്ഥാനത്ത് നമുക്ക് എഴുതാൻ പറ്റും. അത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 8 ഇൻറ്റു പൈ ഇൻറ്റു ആർ ഡെൽറ്റ ആർ. അത് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അത് ഡെൽറ്റ ആർ സ്ക്വയർ ടേംസ് ഒക്കെ നെഗ്ലക്ട് ചെയ്തിട്ടാണ് നമുക്ക് ഈ ആൻസർ കിട്ടുന്നത്. സോ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി. ഗുണം എന്താ? രണ്ട് ഭാഗത്തും ഇടത്തെ ഭാഗത്ത് വർക്ക് ഡൺ അല്ലേ? വലത്തെ ഭാഗത്ത് ഇക്വേറ്റ് ചെയ്തേ. എന്താ കണ്ടെത്തേണ്ടത്? എക്സസ് പ്രഷർ ഡെൽറ്റ പി ആണ്. സോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? വലത്തെ ഭാഗത്താണ് ഡെൽറ്റ പി ഇൻറ്റു 4 പൈ ആർ സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ ആർ. ഡെൽറ്റ പി ഇൻറ്റു 4 പൈ ആർ സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ ആർ ഇസ് ഈക്വൽ ടു ഇവിടെ ആരാ? എസ് ഇൻറ്റു 8 പൈ ആർ ഡെൽറ്റ ആർ. എസ് ഇൻറ്റു 8 പൈ ആർ ഡെൽറ്റ ആർ. ഡെൽറ്റ ആറും ഡെൽറ്റ ആറും കട്ടായി, ഒരു ആർ സ്ക്വയറും കട്ടായി, ഒരു ആറും കട്ടായി. ഇവിടെ പൈയും അതേപോലെ പൈയും കട്ടായി. സാർ എല്ലാം പോവോ? ഇല്ലല്ല. 8ഉം 4ഉം കട്ടായി 2 വന്ന്. സോ ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി? 2 ഇൻറ്റു എസ്. ആർ സ്ക്വയറിൻ്റെ ഒരു ആറ് ബാക്കിയുണ്ട്. സോ 2s ഡിവൈഡ് ബൈ ആർ. ഇതാണ് ലിക്വിഡ് ഡ്രോപ്ലെറ്റിൻ്റെ കൺസെപ്റ്റ്, എക്സസ് പ്രഷറിൻ്റെ കൺസെപ്റ്റ്. എക്സസ് പ്രഷർ ഇൻസൈഡ് എ ലിക്വിഡ് ഡ്രോപ്പ്. റെഡി അല്ലേ സർ? ഉഷാറല്ലേ? ഇതേ കൺസെപ്റ്റ് തന്നെയാണ് എയർ ബബിളിൻ്റെ കേസ് എടുത്താലും നമുക്ക് 2s ബൈ ആർ കിട്ടും. സാറേ ശ്രദ്ധിക്കണേ, ഇവിടെ എസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് വർക്ക് ഡൺ ബൈ ചേഞ്ച് ഇൻ ഏരിയ. ഞാൻ ആദ്യം ഏരിയ എന്ന് പറഞ്ഞപ്പോൾ സോ സോറി ഫോർ ദാറ്റ്. വർക്ക് ഡൺ ബൈ ചേഞ്ച് ഇൻ ഏരിയ കേട്ടോ. അതായത് കറക്റ്റ് കൺസെപ്റ്റ് പറഞ്ഞുതരാം. സമയം കളയുന്നില്ല കേട്ടോ. സർഫേസ് ടെൻഷൻ ആ ഒരു ലിക്വിഡ് ഡ്രോപ്ലെറ്റിൻ്റെ സർഫേസ് ഉള്ളിലേക്ക് ചുരുക്കാൻ ശ്രമിക്കുമ്പോൾ ഈ സർഫേസ് എനർജി ആ ചുരുങ്ങിയ ആളെ 1 മീറ്റർ സ്ക്വയർ ഏരിയ വീണ്ടും കൂട്ടാൻ ശ്രമിക്കുന്നു. അപ്പോൾ അവിടെ ഏരിയയിലൊരു മാറ്റം വരുത്തും
കൂട്ടുകയാണ് സർഫേസ് എനർജി ചെയ്യുന്നത്. അതുകൊണ്ടാണ് S is equal to W/Δ കൊടുക്കാൻ കാരണം. പിന്നെ എങ്ങനെ സർ 8πr∆r വന്നു വെച്ചാൽ എടാ ഇത് എക്സ്പാൻഡ് ചെയ്താൽ മതി. സർ ഇതെങ്ങനെ കിട്ടി? ചേഞ്ച് ഇൻ ഏരിയ കണ്ടെത്തണമെങ്കിൽ ഫൈനൽ ഏരിയ മൈനസ് ഇനീഷ്യൽ ഏരിയ. ഏറ്റവും ആദ്യത്തെ റേഡിയസ് 6 ആയിരുന്നു. ഫൈനൽ റേഡിയസ് 6ൽ നിന്നും Δr ഇൻക്രീസ് ചെയ്ത് r+Δr. കണക്ഷൻ കിട്ടിയടാ. അങ്ങനെയാണെങ്കിൽ ദ ലാസ്റ്റ് question in our show questions which is known as the capillary rise ഇന്നടാ പിടിച്ചു. Derive an expression for the height of the capillary rise in terms of the radius of the tube and the surface tension of the liquid. നമ്മൾ സാധാ ലെവലിൽ നിന്ന് ഒരു ടെസ്റ്റ് ട്യൂബ് ഇട്ട് കഴിഞ്ഞാൽ ആ ലെവലിന് ടെസ്റ്റ് ട്യൂബിന്റെ മുകളിലൂടെ ഒരു h ഡിസ്റ്റൻസ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അതിനെയാണ് capillary rise എന്ന് പറയുന്നത്. താഴേക്കാണെങ്കിൽ അതിനെയാണ് capillary fall. ഈ രണ്ട് ഫിനോമിനൽ കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ capillarity എന്ന് പറയുന്നത്. എന്നാൽ ഈ h അല്ലേ നമ്മൾ കണ്ടെത്താൻ ചോദിക്കുന്നത്. ഇതിന് സത്യം പറഞ്ഞാൽ ഏറ്റവും ഷോർട്ട് കട്ടായ മെത്തേഡ് ഉണ്ട്. ഞാനിപ്പോൾ ഈ മുകൾ ഭാഗത്തെ ഈ ലെവൽ കണ്ടോ, താഴേക്ക് കുഴിഞ്ഞിരിക്കുന്ന ഒരു കോൺകേവ് മിനിസ്കസ് അല്ലേ, ഞാൻ അതിനെ ഒന്ന് സൂം ചെയ്യാം. ഇപ്പം സൂം ചെയ്തിട്ട് ഈ താഴത്തെ കോൺകേവ് മിനിസ്കസിനെ ഞാൻ ഒരു എയർ ബബിൾ ആക്കി എടുത്തു. ഞാൻ എന്താക്കിയെടുത്തു? ഒരു എയർ ബബിൾ. ഇപ്പം എയർ ബബിളിൻ്റെ എക്സസ് പ്രഷറിൻ്റെ ഇക്വേഷന് നമ്മൾ ഓൾറെഡി തൊട്ട് മുന്നേ പറഞ്ഞാണ് 2s/r. അപ്പം ഞാൻ ഈ എയർ ബബിളിൻ്റെ എക്സസ് പ്രഷർ ΔP = ഞാൻ എത്ര എഴുതുന്നു? 2 × S/r. r എന്ന് വെച്ചാൽ ദേടാ ഈ ബബിളിൻ്റെ റേഡിയസ് വിച്ച് ഈസ് ഈക്വൽ ടു r. എന്നാൽ നമുക്ക് ഈ ΔPക്ക് നമുക്ക് ρgh എന്നുള്ള ഇക്വേഷൻ പഠിച്ചു ഓർമ്മയുണ്ടോ? ΔP = ρgh. എടാ P2 = P1 + ρgh. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ പ്രഷർ എത്രയാ? ρgh. എ വേരിയേഷൻ ഓഫ് പ്രഷർ വിത്ത് ഡെപ്ത്. ഡയറക്റ്റ് ചെയ്താൽ മതി. ഇടത്തെ ഭാഗത്ത് ഈക്വൽ അല്ലേ, സോ വലത്തെ ഭാഗത്ത് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? എന്ത് കിട്ടും? 2s/r = I repeat 2s/r എത്രയാ? ρ × g × h. അങ്ങനെയാണെങ്കിൽ h എത്രയായിരിക്കും? 2s² ആ ρgയെ താഴേക്ക് വന്നു, ρ × g × r. സത്യം പറയട്ടെ, ഈ ഇക്വേഷൻ മതി കാപ്പിലറി റൈസിന്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെയുള്ള ഈ ആർ എന്താ? ഈ ഒരു റേഡിയസ് ഓഫ് എന്താ? എയർ ബബിളാ. ഇവനെ കൊണ്ട് നമുക്ക് ഒരു കാര്യമില്ല. നമുക്ക് ടെസ്റ്റ് ട്യൂബിന്റെ ടേംസിലേക്ക് വേണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇൻ ദ ടേംസ് ഓഫ് റേഡിയസ് ഓഫ് ടെസ്റ്റ് ട്യൂബ്. എത്രയാ റേഡിയസ് ഓഫ് ടെസ്റ്റ് ട്യൂബ്? എടാ അതല്ലേ ഇവൻ. ദേ നോക്കടാ, A. അപ്പം നമുക്ക് A ഒന്ന് കണ്ടെത്തി നോക്കിയാലോ. നമുക്ക് ഈ ഒരു മിനിസ്കസിൻ്റെ ടാൻജൻറ്റും നമ്മുടെ സോളിഡ് പാർട്ട് ഇൻസൈഡ് ഈ ആംഗിളിനെ നമ്മൾ പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്. സോ എടാ ഇപ്പം ഇത് ആംഗിൾ ഓഫ് തീറ്റ ആണെങ്കിൽ ഇത് എനിക്ക് എന്തെന്ന് പറയാൻ പറ്റും? 90 - θ. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ആരൊക്കെ? റേഡിയസ് ഓഫ് ദ ടെസ്റ്റ് ട്യൂബും നമ്മുടെ എയർ ബബിളിൻ്റെ റേഡിയസും തമ്മിലുള്ള ആംഗിൾ എത്രയാടാ? തീറ്റ. 90 - θ ആൾട്ടർനേറ്റിംഗ് ആംഗിൾ. സോ ഇത് തീറ്റയാണെങ്കിൽ എടാ ഇത് R ആണ്, ഇത് A ആണെങ്കിൽ എടാ ഇങ്ങനെയല്ലേ സത്യം പറഞ്ഞാൽ കൺസെപ്റ്റ് കിട്ടുന്നത്? എടാ ഇതാണ് എൻ്റെ R, ഇതാണ് എൻ്റെ A, ഇതാണ് തീറ്റ. എടാ ഒന്ന് ഇക്വേഷനിൽ കോസ് തീറ്റ പറഞ്ഞേ. കോസ് തീറ്റ ഇക്വേഷൻ എന്താ? അഡ്ജസൻറ്റ് സൈഡ് ആരാ? അടുത്ത് നിൽക്കുന്ന സൈഡ് A / ഹൈപ്പോന്യൂസ് എത്രയാ? R. എടാ അങ്ങനെയാണെങ്കിൽ R = എത്രയായിരിക്കും? കോസ് തീറ്റ താഴേക്ക് പോയേ R = A/cos θ. സാർ എന്തിനാ അതൊക്കെ കാട്ടിക്കൂട്ടിയത്? എനിക്ക് കിട്ടിയിരിക്കുന്ന ഈ R-നെ A-ൻ്റെ ടേംസിലേക്ക് ആക്കണം. വളരെ ലാഭമായി. സോ h = എനിക്ക് എന്ത് പറയാൻ പറ്റും? 2s × r / ρg × r സ്ഥാനത്ത് A/cos θ. കോസ് തീറ്റ നേരെ മുകളിലേക്ക് പോകുമ്പോൾ ദ ഫൈനൽ ഇക്വേഷൻ h = 2s × cos θ. I repeat 2s × cos θ ഹോൾ / ρ × g × A. മക്കളെ കിട്ടി നമ്മുടെ ക്യാപ്പിലാരിറ്റി. സോ സിമ്പിൾ. സോ അതോടുകൂടി നമ്മുടെ ഫ്ലൂയിഡ്സ് എടാ ഇതാ വൈൻഡ് അപ്പ് ചെയ്തിരിക്കുകയാണ്. സോ ശ്രദ്ധിക്കണം, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആടാ. ഇത് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിന് പ്രിഫറൻസ് കൊടുക്കാൻ. റെഡിയല്ലേ? അപ്പോൾ എടാ എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്ന് എന്തായാലും ഫ്രം ദ ഹാർട്ട്, അതത്രേ ഉള്ളൂ, തൊണ്ടയെന്നല്ല, ഫ്രം ദ ഹാർട്ട് എടാ തീപ്പൊരിക്ക് ഓപ്പൺ ആയിട്ടുള്ളൊരു ഫീഡ്ബാക്ക് പറയും. അതിനെ കൂടെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ കഴിയാണ് ചെയ്യാൻ നോക്ക്. എടാ ഓൺ ദ സർഫേസ് ഓഫ് ദ മൂൺ ദ ലിക്വിഡ് ഇൻ എ കാപ്പിലറി ട്യൂബ് വിൽ റൈസ് ടു ദ. എന്താ സംഭവിക്കുന്നത്? എടാ എച്ചിൽ ഇക്വേഷൻ കാണാൻ സാധിക്കും. ദേ നോക്കി, ജി ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. മുകളിൽ പോയി കഴിഞ്ഞാൽ ജി കൂടോ കുറയോ അതൊക്കെ നോക്ക്. എടാ ആൻസർ കമൻറ്റ് കൂടെ എങ്ങനെ ഉണ്ടായിരുന്നു ഫ്രൂട്ട്സ്? സാറേ പേടി കുറഞ്ഞോ, അല്ലെങ്കിൽ ഉഷാറായോ, അല്ലെങ്കിൽ എന്താ ആയതോ ഒന്ന് കമൻറ്റ്. അപ്പോൾ നേരെ അടുത്തൊരു വീഡിയോ കാണുന്നവർ സൈൻ ഓഫ് ചെയ്യട്ടെ. ബൈ.